ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് ഈ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ച നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ആ നല്ല കർത്താവിനെ നമുക്കൊരുമിച്ച് സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ. സന്തോഷമുള്ളവർ ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പുതിയൊരാണ്ടിൻ്റെ ആരംഭം കാണുവാൻ ആദ്യത്തെ ഞായറാഴ്ച ഒരുമിച്ച് സഭയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ സ്വർഗത്തിലെ വലിയവനാകുന്ന ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിൽ സന്തോഷിക്കുന്നവർ ആ സന്തോഷം ദൈവസനയിൽ പങ്കുവച്ചാട്ടെ. കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങ് കൂട്ടിവരുത്തിയ കൃപയ്ക്കായി, ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പുതിയൊരു വർഷം, പുതിയൊരു സീസൺ അങ്ങേക്കൊപ്പം ആരംഭിക്കും. ഓ റാധാന ഷഖാറത്തിനെ യേശുവിൻ നാമത്തിൽ നന്ദി രാജാവേ, നന്ദി കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായി, കരുതലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആലയത്തിലായിരിക്കുന്ന, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ 2024 പ്രാരംഭ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ 2024 എന്ന് എടുത്തു പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ചിന്തിച്ചേക്കാം, എന്താണ് അങ്ങനെ ഒരു പുതുവർഷത്തിന് പ്രത്യേകത, അല്ലെങ്കിൽ എന്തിനാണ് ആവർത്തിച്ച് പറയുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആവർത്തിച്ച് ഇത് പറഞ്ഞതാണല്ലോ. കേൾക്കണമേ, ഇതൊരു പുതിയ സീസണാണ്. ഇന്ന് പകലിൽ നിങ്ങൾക്കൊപ്പമായിരിക്കുമ്പോൾ എനിക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഭക്തർ വിശ്വാസത്തോടെ, അമിത പ്രതീക്ഷയോടെ, വലിയത് പ്രതീക്ഷിച്ചായിരിക്കുന്നത് പുതിയൊരു സീസണിന്റെ തുടക്കമായി തീരും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിധത്തിൽ ഒരുത്തി അമിത പ്രതീക്ഷയോടെ, ഓ താങ്ക് യു ലോർഡ്, നീണ്ട 12 വർഷം പ്രതീക്ഷിച്ച് കിട്ടാത്തത്, നീണ്ട 12 വർഷം ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത്, നീണ്ട 12 വർഷം ഓടി അലഞ്ഞിട്ട് നേടിയെടുക്കുവാൻ കഴിയാത്തത്, നീണ്ട 12 വർഷം ലോകം അവൾക്ക് കൊടുക്കുവാൻ ശ്രമിച്ചിട്ട് അവൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് സൗഖ്യം. ഓ താങ്ക് ഗോഡ്. ആ സ്ത്രീ അത് അമിതമായ പ്രതീക്ഷയോടെ, അമിതമായ വിശ്വാസത്തോടെ തൻ്റെ ജീവിതത്തിൽ ഇന്നൊരു മാറ്റമുണ്ടാകും, അഥവാ ഞാൻ ഇന്നൊരു പുതിയ സീസണിലേക്ക് പ്രവേശിക്കും. വിശ്വാസത്തോടെ വലിയ കൂട്ടത്തിൻ്റെ അടുക്കൽ എത്തി. വലിയ കൂട്ടത്തിന് മധ്യത്തിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷയും വിശ്വാസവും ഇതായിരുന്നു, ഞാൻ ഇന്ന് എന്ത് വില കൊടുത്തും യേശുവിനെ തൊടും, എൻ്റെ ജീവിതത്തിൽ പുതിയൊരു സീസൺ തുടങ്ങും. അതെ, കഴിഞ്ഞ 12 വർഷത്തെ കണ്ണുനീരിന് അറുതി വരുന്ന ഒരു പുതിയ സീസൺ തുടങ്ങും. കഴിഞ്ഞ നാളുകളിലെ നിരാശയ്ക്ക് അറുതി വരുന്ന ഒരു പുതിയ സീസൺ തുടങ്ങും. കഴിഞ്ഞ നാളുകളിലെ വേദനയ്ക്ക് അറുതി വരുന്ന ഒരു പുതിയ സീസൺ തുടങ്ങും. കഴിഞ്ഞ നാളുകളിലെ അപമാനത്തിന് അറുതി വരുന്ന ഒരു പുതിയ സീസൺ തുടങ്ങും. കഴിഞ്ഞ നാളുകളിൽ എന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചവരുടെ മധ്യത്തിൽ അഭിമാനത്തോടെ തല നിവർത്തി നിൽക്കുന്ന പുതിയൊരു സീസൺ. സഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ആ ഒരു പുതിയ സീസൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യേശു നിന്നെ തൊടുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. പുതിയൊരു സീസണിലേക്ക് സഹോദരി, കണ്ണുനീരില്ലാതെ സഹോദരി സുഖമായി സന്തോഷമായി നീ ജീവിക്കുന്ന പുതിയൊരു സീസണിലേക്ക്, എവിടെയൊക്കെ നീ തല കുനിച്ചുവോ, എവിടെയൊക്കെ നീ ആട്ടിപ്പായിച്ചുവോ, പായിക്കപ്പെട്ടുവോ, എവിടെയൊക്കെ നീ നിരാശപ്പെട്ടുവോ, എവിടെയൊക്കെ നീ അപമാനിക്കപ്പെട്ടുവോ, എവിടെയൊക്കെ നിന്റെ ആത്മാഭിമാനം നീ പണയം വച്ചുവോ, അവിടെ ആ തൊഴിലിടത്തിൽ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു പുതിയ സീസൺ തുടങ്ങും. ഓ റാഥാന ഷഖാറാത്തിനെ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. പുതിയ സീസൺ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് പുതിയൊരു സീസൺ. സ്വസ്ഥമായി, സമാധാനമായി ആ സഹോദരി മടങ്ങിയതുപോലെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്ന ജീവിതത്തിലേക്ക്, അഥവാ പുതിയ സീസണിലേക്ക് നിങ്ങളെ കരം പിടിച്ചു നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനത്രേ. അവൾക്ക് സ്തോത്രം 12 വർഷത്തെ എക്സ്പീരിയൻസിനെ കവിഞ്ഞൊരു വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളൊരു നിമിഷം ചിന്തിച്ചേ, അവൾ വിശ്വാസം സംബന്ധിച്ച് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് 12-ാമത്തെ വർഷത്തിലാണ്, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. എന്നാൽ അവൾ യഹൂദ മത നിയമപ്രകാരം അവൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരിക്കണം. പോകാതിരിക്കത്തില്ല, കാരണം ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ പോയവളാണ്. തീർച്ചയായിട്ടും അവൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരിക്കണം. അവൾ യാഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അവൾ അവരുടെ ആചാരപ്രകാരം പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരിക്കണം. അവിടെയും രക്ഷയില്ലാതെ വന്നപ്പോൾ അവൾ മന്ത്രവാദികളെ തേടിപ്പോയിരിക്കണം. അവൾ ലക്ഷണ വിദ്യക്കാരെ തേടിപ്പോയിരിക്കണം. അവർ കൽദയരെ തേടിപ്പോയിരിക്കണം.
അവർ ബലികൾ കൊടുക്കുന്നവരെ തേടിപ്പോയിരിക്കണം. ഇങ്ങനെ പല നിലകളിൽ തേടി അലഞ്ഞ് കണ്ടെത്തുവാൻ കഴിയാത്തത് യേശുവിലൂടെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊരു വിശ്വാസം. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. ഒറ്റ ദിവസം ഉണ്ടായ വിശ്വാസമല്ല. നമുക്കൊക്കെ ആദ്യം ഭയങ്കര വിശ്വാസമായിരിക്കും. ആമേൻ. പിന്നെ പിന്നെ കുറഞ്ഞു വരും. ആമേൻ. നമുക്ക് തുടക്കത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ദിവസം കഴിയും തോറും ഒരു പഴയ ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ല, മുഴുത്ത മാനസാന്തരം 3 മാസം. അതുപോലെ നമ്മൾ തുടങ്ങുമ്പോൾ ആവേശത്തോടെ തുടങ്ങും, നിർത്തുമ്പോൾ തലകുനിച്ച് പതുക്കെ. പക്ഷെ ഇവൾ അങ്ങനെയല്ല. 12 വർഷത്തിന് മുമ്പ് തുടങ്ങിയതുപോലെയല്ല. ഇനി അവസാനത്തോടെ എത്തിയപ്പോൾ അവളുടെ ആവേശം അങ്ങ് ഉയർന്നു പൊങ്ങുവാനായിട്ട് തുടങ്ങി. ഓ താങ്ക് ഗോഡ്. അവിടെ വിശ്വാസം അങ്ങ് വലുതായി തീരുവാനായി തുടങ്ങി. കാരണം എന്തെന്നറിയാം? ഓ താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. എതിർപ്പ് കൂടി വന്നപ്പോൾ ഇവളുടെ വിശ്വാസവും വർദ്ധിച്ചു. ഹല്ലേലൂയ. പലർക്കും വിശ്വാസം വർദ്ധിക്കാത്തത് എതിർപ്പില്ലാത്തതുകൊണ്ട്. ആമേൻ. എതിർപ്പുള്ളയിടത്ത് വിശ്വാസം വർദ്ധിക്കും. ഇവൾക്ക് മതം എതിരാണ്. ആമേൻ. ഇവൾക്ക് പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കുവാൻ കഴിയത്തില്ല. ആൾക്കാർ ഇവളെ കല്ലെറിയും. മോശയുടെ ന്യായപ്രമാണം അത് പറയുന്നു. മറ്റുള്ളവരുടെ മധ്യത്തിൽ ഇവർ പോകുവാൻ പാടില്ല. പ്രത്യേകിച്ച് യേശുവിൻ്റെ അടുക്കൽ ഇവൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടാം. അങ്ങനെയുള്ള ഒരു ലോകത്തിന് മധ്യത്തിലാണ് ഇവൾ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ പോകും, ഞാൻ എൻ്റെ യേശുവിനെ തൊടും, ഞാൻ പ്രാപിക്കും. ഓ താങ്ക് യു ലോർഡ്. എൻ്റെ കണ്ണുനീരിൻ്റെ സീസണ് അവസാനമാകും. എൻ്റെ നിലവിളിയുടെ സീസണ് അവസാനമാകും. എൻ്റെ അലച്ചിലിൻ്റെ സീസണ് അവസാനമാകും. എൻ്റെ കാത്തിരിപ്പിൻ്റെ സീസണ് അവസാനമാകും. എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കാത്തിരിപ്പിന്, നിങ്ങളുടെ അലച്ചിലിന്, നിങ്ങളുടെ ഇല്ലായ്മയ്ക്ക് അവസാനം വരുത്തുന്ന പുതിയൊരു സീസൺ നിന്റെ വലിയ വിശ്വാസം ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. തുടർന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിനായി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ തലകളും മടങ്ങിയാട്ടെ, എല്ലാ അധരങ്ങളും തുറന്ന് പ്രാർത്ഥനയോടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിലൂടെയുള്ള രക്ഷ, ലോകത്തിൽ നിന്ന് കിട്ടാത്ത രക്ഷ. ഇന്ന് ആ രക്ഷ എൻ്റേതായിത്തീരും. അപ്പോൾ ആ കേൾപ്പിച്ച വചനം പോലെ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ രക്ഷ കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗം ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് അവസരം നൽകിയാട്ടെ. അടിയനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ലൈവിൽ വീക്ഷിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ലൈവിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ടെക്നിക്കൽ എറേഴ്സോ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാകാതെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. അധികം പ്രാപിച്ച് ആ സ്ത്രീ സ്വസ്ഥയായി മടങ്ങിയതുപോലെ, സമാധാനത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിയതുപോലെ ആൾ മാറിയവരായി തിരികെ പോകുവാൻ സ്വർഗം സഹായിക്കണമേ. കണ്ണുനീരെല്ലാം തുടയ്ക്കണമേ. തളർച്ചകളെല്ലാം മാറ്റണമേ. വേദനകൾക്കും നിരാശകൾക്കും ആശ്വാസം വരുത്തണമേ. വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി നിങ്ങൾക്കേറെ സുപരിചിതമായ ആ വാക്യം ഞാൻ വായിക്കട്ടെ. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഈ വാക്യത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എനിക്ക് ഉറപ്പുണ്ട്, ആ ഉറപ്പ് ഞാൻ ഉറക്കെ പറയുകയും ചെയ്യും. അതെ, ഇതൊരു പ്രോമിസാണ്. ആരിൽ നിന്ന്? സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ളൊരു പ്രോമിസ്. ഭക്തനായ മോശയിലൂടെ ദൈവത്തിൻ്റെ ജനം കേൾക്കുകയാണ്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. എന്തിനു വേണ്ടി? ദൈവം ചെയ്യുവാൻ പോകുന്ന രക്ഷ കാണുവാൻ വേണ്ടി. മനുഷ്യർ ചെയ്യുന്ന രക്ഷയല്ല, മനുഷ്യരിലൂടെയുള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ചല്ല, ദൈവത്തിൽ നിന്ന് നേരിട്ട്. ഓ താങ്ക് യു ലോർഡ്. ആ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇതിന് നല്ലൊരു സ്തോത്രം, ഒരു പശ്ചാത്തല വിവരണം ആവശ്യമാണെങ്കിലും അതിലേക്ക് വിസ്താര ഭയം മുഖാന്തരം ഞാൻ കടന്നു പോകുന്നില്ല. മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്നത് ശത്രുക്കളും മിത്രങ്ങളും അവർക്ക് വേണ്ടി ചെയ്തത് 430 വർഷമായി അവർ കണ്ടവരാണ്. ആമേൻ. ശത്രുക്കൾ 430 വർഷമായി അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അനുഭവിച്ചവരാണ്. മോശെ ചെയ്ത അത്ഭുതങ്ങൾ അവർ കണ്ടവരാണ്.
മോശയിലൂടെ ദൈവം ചെയ്തതും അവർ കണ്ടവരാണ്. മിസ്രയീമിൽ മോശയിലൂടെ ദൈവം പല അത്ഭുതങ്ങളും ചെയ്തു. ആമേൻ. ഫറവോന്റെ വിളയെല്ലാം നശിക്കും വിധം കല്ലുമഴ പെയ്തു. പക്ഷേ അതിലൊരു ധാന്യം പോലും ഇസ്രായേലിയരുടെ കളപ്പുരയിൽ വന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ മോശയിലൂടെ അവിടെ ഉണ്ടായി. അതിലൊന്നും ഇസ്രായേലിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പര്യാപ്തമായി തീർന്നില്ല. തുടർന്ന് പ്രോമിസ് ദൈവത്തിൻ്റെ ജനം കേൾക്കുകയാണ്. ശത്രുക്കളിൽ നിന്നല്ല, മിത്രങ്ങളിൽ നിന്നല്ല, എന്നിലൂടെ അഥവാ ഞാൻ തന്നെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ദൈവത്തിലുള്ള ഒരു പ്രവൃത്തി. ഈ 2024 പ്രാരംഭ ഞായറാഴ്ചയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിലൂടെയുള്ള ഒരു പ്രവൃത്തി ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. മനുഷ്യരുടെ പ്രവൃത്തിയല്ല, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച മനുഷ്യരുടെ പ്രവൃത്തിയല്ല, ശത്രുക്കളുടെ പ്രവൃത്തിയല്ല, പിശാചിന്റെ പ്രവൃത്തിയല്ല, മിത്രങ്ങളുടെ പ്രവൃത്തിയല്ല, സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി. ആ പ്രോമിസ് ആണ് മോശയിലൂടെ ദൈവത്തിന്റെ ജനം കേട്ടത്. അതെ, പ്രോമിസ് പറയുവാൻ വായി തുറക്കുന്ന ദൈവം അടുത്തതായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മറുപടി കേൾക്കുവാൻ വായടച്ച് ചെവി തുറക്കും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, പ്രോമിസ് പറയുവാൻ വാ തുറന്നവൻ, ഉറപ്പ് കൊടുത്തവൻ അടുത്തതായിട്ട് ചെയ്യുന്നത് വായടച്ചിട്ട് ചെവി തുറക്കും. എന്തിനാണ്? ഞാൻ കൊടുത്ത ഉറപ്പ് അവർ സ്വീകരിച്ചോ. അങ്ങനെയെങ്കിൽ ആ ഉറപ്പ് വിശ്വസിക്കുന്നവർ വിളിച്ചു പറയേ, ഞാൻ ഇന്ന് ദൈവത്തിന്റെ രക്ഷയെ കാണും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷയെ കാണും. അതെ, 2024 ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന ആ രക്ഷയെ കാണും. എന്റെ തൊഴിലിടത്തിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന ആ രക്ഷയെ കാണും. ശബ്ദമുയർത്തി വിളിച്ചു പറയുക, അതേ, ദൈവം എന്റെ തൊഴിൽ മേഖലയിൽ ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ദൈവം എന്റെ കുടുംബ ജീവിതത്തിൽ ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ദൈവം എന്റെ ഭർത്താവിൽ ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ദൈവം എന്റെ ഭാര്യയിലൂടെ ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ദൈവം എന്റെ തലമുറകളിൽ ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ദൈവം എന്റെ ആത്മീയ ജീവിതത്തിൽ ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ദൈവം എന്റെ ശരീരത്തിൽ ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ദൈവം എന്റെ ബിസിനസ്സിൽ ചെയ്യുന്ന, ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ. ഓ റാഥാന ഷക. തിരിച്ചറിയുന്നവർ ഉറച്ചു വിളിച്ചു പറയേ, ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷയെ ഞാൻ കാണും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞവരെ നോക്കി അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന രക്ഷാപ്രവൃത്തിയെ നിങ്ങൾ കാണുവാൻ പോകുക. ആമേൻ. തൊഴിലിടത്തിൽ ദൈവത്തിന്റെ രക്ഷാപ്രവൃത്തി വെളിപ്പെടുക. തകർന്നു പോയ പിശാച് മുടിച്ചു കളഞ്ഞ, വഴി അടച്ചു കളഞ്ഞ, യേശുവിൻ നാമത്തിൽ വഴി അടഞ്ഞു പോയത് കൊണ്ട് നിരാശയോടെ ഭാരത്തോടെ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നിന്നോട് ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം. ഓ താങ്ക് യു ലോർഡ്. വരുമാനമില്ലാത്തവനായി നീ നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം, തകർന്ന നിന്റെ തൊഴിൽ മേഖലയെ പണിതുയർത്തുന്ന ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം നീ പ്രാപിച്ച. ഓ ഷാഖാറാത്തിന് ഷന്ധാരകന, നീ പ്രാപിച്ചവനായി, നിന്നെ പ്രാപിച്ചവനായി തീരുവാൻ അനുവദിക്കത്തില്ല എന്ന്, നീ പ്രാപിച്ചവനായി ഒരു മടക്കം നിനക്ക് സാധ്യമാക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന അതേ ശത്രുവിന്റെ മധ്യത്തിൽ പ്രാപിച്ചവനായി നിന്നെ മടക്കുന്ന രക്ഷാപ്രവർത്തനം. ഓ താങ്ക് യു ലോർഡ്. രക്ഷാപ്രവർത്തനം. ശത്രുവിനാൽ ബാധിക്കപ്പെട്ട നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം. പിശാചിനാൽ ബാധിക്കപ്പെട്ട, മദ്യത്താൽ ബാധിക്കപ്പെട്ട, മയക്കുമരുന്നിനാൽ ബാധിക്കപ്പെട്ട, കലഹത്താൽ പിശാച് തകർക്കുവാൻ ശ്രമിച്ച, വാക്ക് തർക്കങ്ങളാൽ പിശാച് ഓ റാഥാന ഷഖാറാത്തിനെ തകർത്തുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം നീ കാണും. യേശുവിൻ നാമത്തിൽ തകർച്ചയെ പണിതുയർത്തുന്ന, ഭർത്താവിനെ ചേർത്ത് നിർത്തുന്ന, ഭാര്യയെ ചേർത്ത് നിർത്തുന്ന ഓ ഷാറിയാഥാന ഷഖാറാത്തിനെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. അതെ, ആ രക്ഷാപ്രവർത്തനം, അതേ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുക. തകർന്ന നാഡീ നരമ്പുകൾ സൗഖ്യമാകുക. ഓ ഷഖാറാത്തിനെ അവയവങ്ങൾ സൗഖ്യമാകുക. നിന്റെ ബലഹീനതകളെ എന്റെ യേശു ഇന്ന് സൗഖ്യമാക്കും. യെസ്, ആ രക്ഷാപ്രവർത്തനം ഒരു ഡോക്ടറിനും ചെയ്യുവാൻ കഴിയാത്ത രക്ഷാപ്രവർത്തനം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ശരീരങ്ങളിൽ എൻ്റെ യേശു ചെയ്യുക. അവയവങ്ങളെ യേശു സൗഖ്യമാക്കുക. ജന്മനാളുള്ള രോഗങ്ങളെ യേശു സൗഖ്യമാക്കുക. നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുക. ഇന്നലകളിൽ ആശുപത്രികൾ കയറിയിറങ്ങി മരുന്നിനും വൈദ്യനും പിന്നാലെ അലയുന്നവളാക്കി മാറ്റുക, അലയുന്നവനാക്കി തീർത്ത നിന്റെ ആരോഗ്യ രംഗത്ത് എൻ്റെ ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനം നിന്റെ ശരീരം കൊണ്ട് നീ അത് തിരിച്ചറിയുവാൻ
ഹല്ലേലൂയ. പിടിക്കപ്പെട്ടു പോയ തലമുറകളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം. യെസ്, അവർ പിടിക്കപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് യേശുവിൻ നാമത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തവർക്കായി ഞാൻ പറഞ്ഞു തരാം. വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർക്ക് സഹായിക്കുവാൻ കഴിയാതെ, വേണ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും സഹായിക്കുവാൻ കഴിയാതെ, വേണ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും അതേ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഒറ്റപ്പെട്ടു പോകും. വെള്ളം കയറിയ തുരുത്തുകളിൽ ഒറ്റപ്പെട്ടു പോകും. വെള്ളം നിറയുന്ന ഭവനങ്ങൾക്കകത്ത് ഒറ്റപ്പെട്ടു പോകും. ഭൂകമ്പം മുഖാന്തരം മണ്ണിടിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളിൽ അവർ ഒറ്റപ്പെട്ടു പോകും. അവരെ രക്ഷിക്കുവാൻ വേണ്ടി രക്ഷാ ദൗത്യമായി ഇറങ്ങുന്ന ഒരു സേനയുണ്ട്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യന് പ്രിയപ്പെട്ടവർക്ക് രക്ഷിച്ചെടുക്കുവാൻ കഴിയാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം. നീ കൈ നീട്ടിയിട്ടും കയ്യിൽ കിട്ടാത്ത തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കൈ നീട്ടിയിട്ടും അതേ ചേർത്ത് പിടിക്കുവാൻ കഴിയാത്തതിനെ, ആമേൻ, ഹല്ലേലൂയ, ഒറ്റപ്പെട്ടു പോയതിനെ, നിന്നിൽ നിന്ന് അകന്നു പോയതിനെ, സ്തോത്രം, നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം. ഹല്ലേലൂയ. പെട്ടുപോയ സ്ഥാനത്ത്, നടന്നെത്തുവാൻ കഴിയാത്തിടത്ത്, നീന്തി എത്തുവാൻ കഴിയാത്തിടത്ത്, സഹായികളെ വിളിച്ചു കൂട്ടി കടന്നു പോകുവാൻ കഴിയാത്തിടത്ത് ദൈവത്തിന്റെ സർവശക്തനായവന്റെ സർവസന്നാഹവുമുള്ളവന്റെ രക്ഷാപ്രവർത്തനം. യേശുവിൻ നാമത്തിൽ 2024 നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം. നീ രക്ഷിക്കുവാൻ ശ്രമിച്ച് രക്ഷിച്ചെടുക്കുവാൻ കഴിയാത്തതിനെ, അതെ, നിങ്ങൾ രക്ഷിക്കുവാൻ ശ്രമിച്ച് രക്ഷിച്ചെടുക്കുവാൻ കഴിയാത്തതിനെ, നിങ്ങൾ രക്ഷിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട നിങ്ങളുടെ കുടുംബ ജീവിതത്തെ രക്ഷിച്ചെടുക്കുന്ന ദൈവത്തിന്റെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ രക്ഷിച്ചെടുക്കുന്ന ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്ക് തന്നെ, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് തന്നെ പ്രിയരെ വലുതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വെള്ളപ്പൊക്കമുണ്ടാകും. ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ? പക്ഷെ പറ്റത്തില്ല, അകന്നകന്നു പോകും. ആമേൻ. അവരുടെ നിലവിളിയുടെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വരും. പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, ഞാൻ ദുർബലനാണ്, ഇനി ഞാനിവിടെ നിന്നാൽ ഞാനും കൂടെ അപകടത്തിൽ പെട്ടുപോകും. താങ്ക് യു ലോർഡ്. ഒപ്പം പലരും കാണും, അവരും മാനുഷികമായി ചിന്തിക്കും, ഞങ്ങൾ ഇനിയും കൂടെ നിന്നാൽ ഞങ്ങളും കൂടെ പെട്ടുപോകും. ആമേൻ. ആ സമയത്ത് പെട്ടുപോകാത്ത, രക്ഷാപ്രവർത്തനം നടത്തുവാൻ കഴിവുള്ള ട്രെയിൻഡായ ഒരു സേന വരും. അതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. മനുഷ്യന് അவ்விധത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുവാൻ കഴിയുമെങ്കിൽ അതിലപ്പുറമായി പിശാചിനും, സ്തോത്രം, മനുഷ്യനും തകർക്കുവാൻ കഴിയാതെ, പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആഴത്തിൽ പെട്ടുപോയ സ്ഥാനത്തു നിന്ന് നിനക്കുള്ളതിനെ, നിന്റെ പ്രിയപ്പെട്ടവരെ പുറത്തെടുക്കുവാൻ കഴിവുള്ള രക്ഷാദൗത്യവുമായി സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നോക്കൂ, അപ്പോൾ ആ ഉറപ്പ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഭക്തനായ മോശയിലൂടെ കേൾക്കുകയാണ്. ഉറച്ചു നിൽപ്പിൻ മീൻസ് നിങ്ങൾ ഉറച്ച് വിശ്വസിപ്പീൻ. അത് തന്നെയാണ് അതിൻ്റെ സിമ്പിൾ അർത്ഥം. നിങ്ങൾ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആ രക്ഷാപ്രവൃത്തിയെ കാണും. അപ്പോൾ ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ ഉറച്ചു നിൽക്കേണ്ട ആവശ്യം എന്താണ്? ദൈവത്തിനെ അങ്ങ് രക്ഷിച്ചിട്ട് പോയാൽ പോരെ? ആമേൻ, ഹല്ലേലൂയ. ഇത് ചെയ്യുന്നത് ദൈവമാണ്, മോശയിലൂടെ പറഞ്ഞത് ദൈവമാണ്. പിന്നെ അതങ്ങ് ചെയ്താൽ പോരെ? എന്തിനാണ് ഉറച്ചു നിൽപ്പിൻ്റെ ആവശ്യം? നോക്കൂ, 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക്, പുറപ്പാട് പുസ്തകം തന്നെയാണ്, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മുൻപോട്ട് പോകുവാൻ. മോശയോട് ദൈവം പറയാണ്, മോശേ, നീയും അമ്മമാരും കൂടെ കിടന്ന് കരഞ്ഞ് മെഴുകുന്നത് എന്തിന്? മുൻപോട്ട് പോകുവാൻ. ഒരിക്കൽ കൂടെ, മുൻപോട്ട് പോകുവാൻ നീ ദൈവത്തിൻ്റെ ജനത്തോട്, എൻ്റെ ജനത്തോട് പറയണം. മുൻപോട്ട് പോകുവാൻ മീൻസ് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് നമ്മൾ നടന്നു ചെല്ലണം. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ നമ്മെ തേടി വരികയല്ല, നമ്മൾ വിശ്വാസത്താൽ ഉറച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് നടന്നു ചെല്ലണം. ആമേൻ. അപ്പോൾ പ്രധാനം വിശ്വാസമുണ്ടാകണം. ദൈവം പറയുന്ന വാക്കുകളിൽ, ദൈവം നൽകുന്ന പ്രോമിസിൽ വിശ്വാസം ഉണ്ടാകണം. ഇതൊരു പ്രാക്ടിക്കൽ സെക്ഷനായി മാറണമെന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ആമേൻ. വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടാകുക മാത്രമല്ല, ഞാൻ തുടങ്ങിയപ്പോൾ ഘോരഘോരം വിളിച്ചു പറഞ്ഞു, ഉറച്ചു പറയൂ. പറയുന്നതിനും കാരണമുണ്ട്, വഴിയെ നമുക്കത് ധ്യാനിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, വിശ്വാസം ഉണ്ടാകണം, അല്ലെങ്കിൽ ഉറപ്പ് ഉണ്ടാകണം. രണ്ട്, ആ ഉറപ്പ് പ്രഖ്യാപിക്കപ്പെടണം.
ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം അഥവാ ഉറപ്പ് ഉണ്ടാകണം, ഉറപ്പ് പ്രഖ്യാപിക്കപ്പെടണം. നോക്കൂ, ദൈവത്തിൻ്റെ ജനം മുൻപോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവർ എവിടെ ആയിരിക്കുന്നു? മിസ്രയീമിനും ചെങ്കടലിനും മധ്യത്തിൽ ഈ ജനം ആയിരിക്കുന്നു. ദൈവം എവിടെ നിന്നാണ്, എന്തിൽ നിന്നാണ്, ഏത് വഴിയിലൂടെയാണ് ഇവർക്ക് രക്ഷ ഒരുക്കുന്നത്? മിസ്രയീമിൽ നിന്ന് ദൈവം അവർക്ക് രക്ഷ ഒരുക്കുന്നു. ഏത് വഴിയിലൂടെയാണ് ദൈവം രക്ഷ ഒരുക്കുന്നത്? ചെങ്കടലിലൂടെ ദൈവം രക്ഷ ഒരുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മിസ്രയീം ഈ ജനത്തെ 430 വർഷം അടിമകളാക്കി വച്ചവരാണ്. 1, 2, 3 ദിവസമല്ല, 430 വർഷം മിസ്രയീം ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ ജനത്തെ അടിമകളാക്കി വെച്ചു. അർത്ഥം, ഇവർ അനുഭവിക്കേണ്ടത് മുഴുവൻ അവർ അനുഭവിച്ചു തീർത്തു. ഹല്ലേലൂയ. അവർ അനുഭവിക്കേണ്ട ദുഃഖം കൂടെ ഇവർ അനുഭവിക്കേണ്ടി വന്നു. ഇവർ അനുഭവിക്കേണ്ട സന്തോഷത്തെ അവർ കവർന്നെടുത്തു. അതാണ് സംഭവിച്ചത്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അധ്വാനിക്കും, അതേ ഫറവോന്റെ ജനമായ മിസ്രയീമ്യർ അത് കവർന്നെടുക്കും. ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ ഭക്ഷിക്കും. അവരുടെ ദുഃഖം ഇവരുടെ സന്തോഷമായി മാറും. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ദുഃഖം അടിമകളാക്കി വെച്ചിരുന്ന മിസ്രയീമ്യരുടെ സന്തോഷമായി മാറും. അവിധത്തിൽ 430 വർഷം അടിമകളാക്കി വച്ചിരുന്നവരിൽ നിന്ന് രക്ഷ ദൈവം നൽകുന്നു. ആർക്ക്? ഉറച്ചു നിൽക്കുന്നവർക്ക്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2, ഏത് വഴിയാണോ അവർക്ക് തടസ്സമായി നിന്നത്? ചെങ്കടൽ അതൊരു വഴിയാണ് പിന്നത്തേതിൽ, പക്ഷേ അത് അവർക്ക് അന്ന് വരെയും തടസ്സമാണ്. ആമേൻ. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളുടെ അവസാനമാണ് ചെങ്കടൽ. മിസ്രയീമിലേക്ക് നോക്കിയാൽ മിസ്രയീമിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ തുടങ്ങുന്നത് ചെങ്കടലിലാണ്. ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളുടെ ബൗണ്ടറിയാണ് ചെങ്കടൽ. ചെങ്കടൽ വരെ എത്താൻ പറ്റും, അത് കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. ആമേൻ. വല്ല വിധേനയും രാത്രി പാത്തും പതുങ്ങിയൊക്കെ ഊഴിയ വിചാരകന്മാർ കാണാതെ, സെക്യൂരിറ്റി കാണാതെ, പടയാളികൾ കാണാതെ ചെങ്കടലിൻ്റെ അതുവരെ എത്താൻ പറ്റും. എന്നിട്ട് കുറേ നേരം നോക്കി നിന്ന് ദീർഘനിശ്വാസവും വിട്ട് തിരികെ നടത്തണം. ഒരു ബൗണ്ടറി. ആമേൻ, ഹല്ലേലൂയ. ദീർഘനിശ്വാസം വിട്ട് തിരിച്ചു പോരേണ്ട ഒരു ബൗണ്ടറി. പലരും കൂടെ പോകുന്നുണ്ട്, പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ആമേൻ. പ്രാപിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി കരയുന്നുണ്ട്. പക്ഷെ ഒരു ബൗണ്ടറി എത്തുമ്പോൾ, ആമേൻ, ദൈവത്തിൻ്റെ ജനം കഷ്ടപ്പെട്ട് ഓടി ആ ചെങ്കടലിന് മുമ്പിൽ എത്തുമ്പോൾ പകച്ചു നിൽക്കുന്നത് പോലെ, തളർന്നു നിൽക്കുന്നത് പോലെ, ഇനി മുൻപോട്ടില്ല. പിന്നെ നേരം വെളുക്കുന്ന മുൻപ് തിരികെ എത്തണം, ഷെഡിൽ കയറണം തിരികെ, അല്ലെങ്കിൽ നല്ലതുപോലെ കിട്ടും. ആമേൻ. അങ്ങനെ തിരിച്ച് നിരാശയോടെ നടക്കുന്നവർ, അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാപ്രവൃത്തി കഴിഞ്ഞ നാളുകളിൽ എവിടെയാണോ നീ ദീർഘനിശ്വാസത്തോടെ തളർന്ന് മടുത്ത് ഇനി എങ്ങനെയെന്ന് ചിന്തിച്ചു നിന്നത്, അവിടെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം പുതുവഴി തുറക്കുവാൻ പോകുക. അതേ ചെങ്കടൽ നിന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച, നിന്റെ പ്രതീക്ഷകൾക്ക് അവസാനമായി എവിടെയാണോ, ഏതിലാണോ നിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചത്, എന്തിലാണോ, എന്ത് സംഭവത്തിലാണോ നീ പ്രതീക്ഷകളെല്ലാം വിട്ടുകളഞ്ഞത്, ഏത് അവസ്ഥയിലാണോ നീ പ്രതീക്ഷകളെല്ലാം വിട്ടുകളഞ്ഞത്, ഏത് പേപ്പർ കിട്ടിയപ്പോഴാണോ ഇനി എനിക്ക് പ്രതീക്ഷിക്കുവാൻ വകയില്ല, എനിക്ക് കഴിയത്തില്ല എന്ന് നീ തീരുമാനിച്ചത്, ആരുടെ വാക്കുകളാണോ അവിധത്തിലൊരു തീരുമാനത്തിന് കാരണമായി തീർന്നത്, അതെ, ആ ബൗണ്ടറിയുടെ മുൻപിൽ നിന്ന് ദൈവം നിനക്ക് പുതുവഴി തുറന്നത്. അവരുടെ വാക്കുകളിലൂടെ തന്നെ, ആ സംഭവത്തിലൂടെ തന്നെ, ആ അവസ്ഥയിലൂടെ തന്നെ, ആ പ്രശ്നത്തിലൂടെ തന്നെ ഉറച്ചു നിൽക്കുന്ന, ആ വിശ്വാസം വിളിച്ചു പറയുന്ന നിനക്ക് വേണ്ടി ദൈവം വഴി. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. നോക്കൂ, സ്തോത്രം. വേറെ വഴിയുണ്ട്. മോശ ചാടിപ്പോയൊരു വഴിയുണ്ട്. മോശയ്ക്കും ദൈവത്തിന് മാത്രം അറിയാവുന്നുള്ള ഒരു വഴി. പക്ഷേ ദൈവത്തിനറിയാം, ആ വഴി പോയാൽ ഈ വഴിയിലെ ഭയപ്പാട് അവരൊരിക്കലും മറക്കത്തില്ല. ആമേൻ. പ്രിയരെ, നമ്മളൊന്ന് ചിന്തിക്കും, എത്ര പേര് ശ്രമിച്ചതായിരിക്കും ആ ചെങ്കടൽ വഴി രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. അടി ഒരുപാട് കൊള്ളുമ്പോൾ, സ്തോത്രം, ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നൈൽ നദിയിൽ വീണ് മരിച്ച മക്കളെക്കാൾ ചെങ്കടലിൽ മക്കൾ മരിച്ചു കാണും. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. ഒരു രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചെന്ന് പറഞ്ഞു, ഉടനെ അമ്മമാർ മക്കളെ എടുത്തുകൊണ്ട് നൈൽ നദിയിലിടുവോ? ഹല്ലേലൂയ. അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ കുഞ്ഞിനെയും മാറോട് ചേർത്ത് രക്ഷപ്പെടാൻ വേണ്ടി എവിടേക്കാ പോകുന്നത്? ചെങ്കടലിലൂടെ. സ്തോത്രം. ഒറ്റയ്ക്ക് പോയപ്പം തിരിച്ച് നടന്നാലും, തിരിച്ച് നടന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞുള്ളത് കൊണ്ട് അവൾ ചെങ്കടലിൽ ഇറങ്ങും. ഹല്ലേലൂയ.
അവൻ എങ്ങനെയെങ്കിലും ഇതെനിക്ക് കടക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തണം, ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തണം. അങ്ങനെ ഒരുപാട് അമ്മമാരും ഒരുപാട് ആ കുഞ്ഞുങ്ങളും ആ ചെങ്കടലിലും തീർന്നിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നൈൽ നദിയിൽ തീർന്നതിനേക്കാൾ അധികം ചെങ്കടലിൽ തീർന്നിട്ടുണ്ടായിരിക്കും. ചെങ്കടൽ നിനക്കൊരു ഭയപ്പാടാണ്. ദേശത്ത് ഒഴുകി ആർക്കുന്ന ചില ചെങ്കടലുകൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് ഭയപ്പാടാണ്. തലമുറകളെ നശിപ്പിച്ച് കളയുന്ന, കുടുംബങ്ങളെ തീരാ കണ്ണുനീരിലാക്കുന്ന, നിന്റെ വഴി മുടക്കി കളയുന്ന, പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില ചെങ്കടലുകളുണ്ട്. അലറിയാർക്കുന്ന ചില ചെങ്കടലുകളുണ്ട്. അതെ, ആ ചെങ്കടലിന്റെ ഭയത്തെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുക. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നോക്കൂ, ചെങ്കടലിലൂടെ തന്നെ ഒത്തിരി തവണ അവർ പ്രതീക്ഷ വിട്ടുകളഞ്ഞ അതേ സ്ഥലത്തുകൂടെ തന്നെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷയൊക്കെ വിട്ടുകളഞ്ഞ അതേ സ്ഥാനത്തുകൂടെ കർത്താവ് നിങ്ങളെ മറുകര എത്തിക്കും. ആമേൻ. കർത്താവ് നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ ഈ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അതെ, ഫറവോന്റെ പ്രതീക്ഷയും പ്രത്യാശയും നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ദൈവം തകർക്കും. ഹല്ലേലൂയ. ഫറവോന്റെ പ്രത്യാശ എന്താ, പ്രതീക്ഷ എന്താ? ഇവർ കരഞ്ഞു വിളിച്ച് ഫറവോനോട് യാചിക്കുക, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം, ആമേൻ, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ പോകണം. മോശയിലൂടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഫറവോൻ പറഞ്ഞു പൊയ്ക്കോ. ഇത് പറയുമ്പോഴും ഫറവോന്റെ ഉള്ളിലൊരു ചിന്ത, ദൈവം ഹൃദയം കഠിനമാക്കി എന്ന് പറഞ്ഞ് ഇപ്പോഴും കുറേ എണ്ണം നടക്കുക. അത് ദൈവത്തിന്റെ ഒരു പ്ലാനായിരുന്നു. ദൈവത്തിന്റെ പ്ലാനല്ല, ദൈവത്തിനറിയാം ഇവന്റെ ഉള്ളിൽ എന്താ ചിന്ത. ലവൻ ചെങ്കടൽ വരെ പോയിട്ട് ഇപ്പം തിരിച്ചു വരും. ഇവ എത്ര ഓടിയാലും ചെങ്കടൽ വരെ ഓടത്തുള്ളൂ. ഇനി ഇവനെ എങ്ങനെ ഇവിടെ നിന്ന് ആര് പുറത്തു കൊണ്ടുവരും? ചെങ്കടലിന്റെ അവിടെ എത്തി നിൽക്കണോ? ആമേൻ. വെള്ളത്തെ രക്തമാക്കുവാൻ മോശയ്ക്ക് കഴിയും, വലിയ പാമ്പാക്കുവാൻ മോശയ്ക്ക് കഴിയും, കൽമഴ പെയ്ക്കുവാൻ കഴിയും ദൈവത്തിലൂടെ. പക്ഷേ ആ ചെങ്കടലിൻ്റെ അവിടെ എത്തുമ്പോൾ ഇവരുടെ ആവേശം എല്ലാം അങ്ങ് തീരും. ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ അവിടെ എത്തുമ്പോൾ ഇവരുടെ വെപ്രാളവും ബഹളവും എല്ലാം തീരും. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് പറഞ്ഞ ആ ശരി എന്നാ പൊയ്ക്കോ. അതുകൊണ്ടാണ് കുറെ കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവിടെ കുടുങ്ങി കിടപ്പുണ്ട്, നമുക്ക് പോയി വാരിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഫറവോന്റെ പ്രതീക്ഷയാ. അതുകൊണ്ടാ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് അങ്ങേറ്റം വരെ കൊണ്ടുപോയത്. ആമേൻ, സ്തോത്രം. ശത്രുവിൻ്റെ ഹൃദയം കഠിനപ്പെടുമ്പോൾ തളർന്നു പോകരുത്, അവൻ്റെ പ്രതീക്ഷയ്ക്ക് അവസാനം വയ്ക്കുവാൻ വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ. ആദ്യമൊക്കെ കയറി ഫറവോന്റെ ഹൃദയം അങ്ങ് ഉരുകി ഒലിച്ചു പോയ പ്രശ്നമാണ്. ആമേൻ. ജനം പുറത്തു വരത്തില്ല, പുതുവഴി തുറക്കത്തില്ല. ആമേൻ. ഈ ഭയപ്പാട് പിന്നാലെ തുടരുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവർ മരുഭൂമി വഴി ഓടിയാൽ ഇവന്മാർ കുതിരകളും രഥങ്ങളുമായിട്ട് മരുഭൂമി കയറും. ആമേൻ. ദൈവത്തിന് അറിയാം ഫറവോന്റെ പ്രതീക്ഷ, ശത്രുവിൻ്റെ പ്രതീക്ഷ, ദേശത്തിലെ പൈശാചിക മണ്ഡലങ്ങളുടെ പ്രതീക്ഷ നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ, നിന്റെ നന്മകളുടെ മേൽ ശത്രു വച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്ക് എൻ്റെ ദൈവം അവസാനം വയ്ക്കുവാൻ. ഓ റാഥാന ഷഖാറാത്തിനെ ഈ 2024 വിശ്വസിക്കുന്ന സഭയെ, വിശ്വസിക്കുന്ന പ്രിയരെ, ശത്രുക്കൾക്ക് നിങ്ങളുടെ മേലുള്ള പ്രതീക്ഷയ്ക്ക് എൻ്റെ ദൈവം അവസാനം ഓ റാഥാന ഷഖ. ഇന്നലകളിലെ പോലെയല്ല, നീ എത്തി നോക്കിയിട്ട് ഈ വർഷം തിരികെ പോകത്തില്ല. നീ വിടുതലിന്റെ സന്തോഷം കൺമുമ്പിൽ കണ്ടിട്ട് അയ്യോ എല്ലാം ശരിയായി, ഇതോടെ തീർന്നു, ഇതോടെ സങ്കടം മാറി, ഇതോടെ ചിരിക്കാൻ പറ്റും, ഇതോടെ സമാധാനം ഉണ്ടാകും, ഇതോടെ സ്വസ്ഥത ഉണ്ടാകും എന്ന് പറഞ്ഞ് പേടിച്ച് അയ്യോ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നീ തിരികെ നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ എവിടം വരെ പ്രതീക്ഷയോടെ പോകുന്നു അതിനപ്പുറം ദൈവം വഴി തുറക്കും. ഈ ജനം മുൻപോട്ട് നടക്കുവാൻ തുടങ്ങിയപ്പോൾ വഴി ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. ഇവരവിടെ നിൽക്കുമ്പോഴും അവിടെ വഴിയൊന്നുമില്ല. കള്ളം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല, വഴിയില്ല. നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോഴും നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും വഴിയൊന്നുമില്ല, അതുള്ളതാ. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ മുൻപോട്ട് പോകുമെങ്കിൽ വഴി തുറക്കപ്പെടും. ഓ റാഥാനാഷാഖാറാത്തനെ യേശുവിൻ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവർ മുൻപോട്ട് പോകുമ്പോൾ മുൻപിൽ വഴി തുറക്കപ്പെടും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതേ നിനക്ക് മുമ്പിൽ വഴി തുറക്കപ്പെടും. ഹല്ലേലൂയ, ആമേൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സങ്കീർത്തനം 97:3 പറയുന്നു, തീ അവന് മുമ്പായി പോകുന്നു, അവൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളെ ദഹിപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. തീ ഭക്തന് മുൻപായി പോകുന്നു, അവൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളെ ദഹിപ്പിക്കുന്നു. അപ്പോൾ തീ പോകുന്നത് ആരുടെ കൂടെയാ? ഭക്തൻ്റെ കൂടെയാ. ഭക്തൻ മുൻപോട്ടെങ്കിൽ തീയും മുൻപോട്ട്. ഹല്ലേലൂയ.
കുറച്ചുകൂടെ എളുപ്പത്തിന് പറഞ്ഞുതരാം. നമ്മുടെ എല്ലാം വാഹനങ്ങളിൽ, ബൈക്കുള്ളവർക്കറിയാം, ബൈക്കിന് ഹെഡ്ലൈറ്റ് ഉണ്ട്, കാറിന് ഹെഡ്ലൈറ്റ് ഉണ്ട്. ഈ ഹെഡ്ലൈറ്റ് എന്തിനാ? കാക്കാമൂല ചർച്ചിൻ്റെ നടയിലിരിക്കുന്ന ഒരു ബൈക്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്താൽ കാക്കാമൂല ജംഗ്ഷനിൽ വെട്ടമെത്തുമോ? ആമേൻ. അങ്ങനെ വെളിച്ചമെത്തുമോ? ഇവിടെ ഈ ചർച്ചിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു ബൈക്ക് ഓൺ ചെയ്താൽ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ വെട്ടം വരത്തുള്ളൂ. കാക്കാമൂല ജംഗ്ഷനിൽ വെട്ടം എത്തത്തില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെട്ടം എത്തത്തില്ല. ആരെങ്കിലും പോയി ബൈക്ക് ഷോപ്പുകാരൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കൊല്ലത്ത് ലൈറ്റ് ഇടുമ്പോൾ അങ്ങ് ഹൈദരാബാദിൽ വെട്ടം വരണമെന്ന്. ആമേൻ. അങ്ങനെ വെട്ടം വന്നിട്ട് ആവശ്യമുണ്ടോ? വെട്ടം എവിടെ ഉണ്ടാവണം? ആ ബൈക്ക് പോകുന്ന വഴിയിൽ വെട്ടം ഉണ്ടാകണം. ആ ബൈക്ക് പോകുന്ന വഴിയിലെ ഇരുട്ട് മാറണം. അതിനു വേണ്ടിയാ ഹെഡ്ലൈറ്റ്. അതിന് ആ തീ മുമ്പേ പോകുന്നത്. സ്തോത്രം. നീ പോകുന്നിടത്ത് നിനക്ക് മുമ്പിലുള്ള ശത്രു ദഹിച്ചു പോകുവാനാ. നീ മുൻപോട്ടെങ്കിൽ ആ ശത്രു ദഹിച്ചു പോകും. ഓ റാഥാന ഷഖാറത്തിനെ നിൽക്കുവാനല്ല, ഇരിക്കുവാനല്ല, പിന്മാറുവാനല്ല. നീ മുൻപോട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, മടിച്ച് തളർന്നായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് വിശ്വാസം പ്രഖ്യാപിച്ച് നീ മുൻപോട്ടെങ്കിൽ, ഓ റാഥാന ഷഖാറത്തിനെ, യേശുവിൻ നാമത്തിൽ നീ പോകുന്ന വഴിക്കുള്ള ശത്രു മാറും. ദൈവത്തിന്റെ ജനം മുൻപോട്ട് പോകുമ്പോൾ, ആമേൻ. അതാ ഈ യോർദാനിൽ കുറച്ചുകൂടെ വ്യക്തമാക്കി അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ യോർദാനിലേക്ക് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ, അവരിൽ പുരോഹിതന്മാരുടെ കാൽ വയ്ക്കപ്പെടുന്ന ഒരു സന്ദർഭം. അവൻ നോക്കിയേ, ഇവരുടെ കാല് വെള്ളത്തിന്റെ മുകളിൽ വരുമ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. എവിടെ കൂടെ? യോർദാനിൽ കൂടെ. മരണ യോർദാനിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പേടിച്ചു. അയ്യോ, ഈ ഒഴുക്ക് വെള്ളത്തിൽ കാൽ വെച്ചാൽ. പക്ഷെ ഉറപ്പ് ദൈവം കൊടുത്തതാ. ആ ഉറപ്പിൽ വിശ്വസിച്ച് അവർ കാൽ വെച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് കാൽ വയ്ക്കുമെങ്കിൽ ഒഴുക്കിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ഒഴുകുന്ന ചിലതിന്റെ ഒഴുക്ക്, ഓ റാഥാന ഷഖ, നിനക്ക് ചിലത് വഴി തരും. നീ കാൽ വയ്ക്കും. യെസ്, യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കാൽ വയ്ക്കുമെങ്കിൽ ചിലത് ഒഴുക്ക് നിർത്തും. ചില ഒഴുക്കുകൾ, ആമേൻ, കവിഞ്ഞൊഴുകുന്ന ചില ഒഴുക്കുകൾ. വചനം പറയുന്നു, കൊയ്ത്ത് കാലമാകുമ്പോൾ യോർദാൻ കര കവിഞ്ഞൊഴുകും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല, ശ്രദ്ധിക്കണമേ. അപ്പോൾ മുൻപോട്ടെങ്കിൽ അതിനു മുമ്പ് രണ്ട് കാര്യമുണ്ട്. എന്ത് ചെയ്യണം? ഉറപ്പ് വേണം, വിശ്വാസം വേണം. ദൈവത്തിൻ്റെ വാക്ക് അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ള ഉറപ്പ്. അതിന് കാരണമായിരിക്കുന്ന വചനമൊക്കെ വഴിയെ പറഞ്ഞു തരാം. രണ്ട്, അത് വിളിച്ചു പറയുവാനുള്ളൊരു മനസ്സും വേണം. ഹല്ലേലൂയ. അതും എങ്ങനെ വർക്കൗട്ട് ചെയ്യും? വേദപുസ്തകം എന്തുകൊണ്ട് ആ ഉറപ്പ് പ്രഖ്യാപിക്കപ്പെടേണ്ടതെന്ന് പറയുന്നു എന്ന് പറഞ്ഞു തരാം. ഒരു സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. 11 വർഷമായി ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് വീട്ടിനകത്ത്. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം, പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവർക്കും അറിയാം. 11 വർഷത്തിന് മുമ്പേ ഞങ്ങൾ കുഴൽക്കിണർ അടിച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കുഴൽക്കിണർ അടിക്കുന്ന സമയത്ത് ഞാൻ ലോകപ്രകാരം ജീവിച്ച ഒരു മനുഷ്യരായിരുന്നു, അതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ആ സമയത്തും ഞാൻ ഭയങ്കരപ്പെട്ട ഒരു വിശ്വാസിയായിരുന്നു. ആമേൻ. ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ സാഹചര്യങ്ങളോ അനുകൂലതകളോ ഒന്നും വേണ്ട. വിശ്വാസി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. എൻ്റെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ തെളിവാണ് എൻ്റെ ഭാര്യ. ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, എന്തായാലും ഞാൻ നന്നാവത്തില്ല, പിന്നെ എൻ്റെ ഭാര്യയെങ്കിലും പ്രാർത്ഥിച്ച് എന്നെ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ വീഴാതെ എന്നെ രക്ഷിക്കും. ആമേൻ. എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ആമേൻ. അപ്പോൾ കുഴൽക്കിണർ അടിച്ചു, വെള്ളമില്ലാതെ വന്നു. വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഭൂമിയുടെ അടിയിൽ ആഴിയെ തുറക്കണമേ, ഉറവ തുറക്കണമേ. പ്രാർത്ഥിക്കും, വെറുതെ പ്രാർത്ഥിക്കില്ല, എന്നിട്ട് ഉറച്ച് പറയും. വിജയം കേട്ടിട്ടുള്ളത് ഞാൻ പറയും, ഉറവ തുറക്കും. ആകാശത്ത് മിന്നൽ വരുമ്പോൾ ഞാൻ പറയും, മിന്നലടിച്ച് ഭൂമിയുടെ അടിയിലെന്ന് ഭൂമി പിളർക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബാലരമ വായിച്ചിട്ടാണ്, ബൈബിൾ വായിച്ചിട്ടാണ് ഞാനത് ചിന്തിച്ചേ. നോക്കിയേ, സങ്കീർത്തനം 29:8 പറയുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. ആമേൻ. ഇന്നുള്ള പല നിബിഡ വനങ്ങളുടെയും ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെല്ലാം കൈത്തുമ്പിൽ അറിവുള്ളവരാണല്ലോ. പല നിബിഡ വനങ്ങളുടെ, മീൻസ് ഇഷ്ടംപോലെ മരങ്ങളുള്ള, വെള്ളം മാത്രമുള്ള, സൂര്യപ്രകാശം താഴെ എത്താത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞ വനങ്ങളുടെയും മുൻകാല ചരിത്രം അതൊക്കെ മരുഭൂമിയായിരുന്നു. എന്തോ ഒരു പുല്ല് പോലും കുരുക്കാത്ത സ്ഥലം എന്ന് പറയുമല്ലോ, അങ്ങനത്തെ മരുഭൂമിയായിരുന്നു ഇന്നത്തെ പല വനങ്ങളും.
അപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ മരുഭൂമിയായി തുടരുമ്പോൾ ഒരിക്കൽ ആമേൻ ആ മരുഭൂമി ഒന്ന് കുലുങ്ങി. മരുഭൂമി കുലുങ്ങിയപ്പോൾ വിള്ളലുകൾ വീണു. വിള്ളലുകൾ വീണപ്പോൾ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം പുറത്തു വന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ മരുഭൂമി നിബിഡ വനങ്ങളായി മാറി. അങ്ങനെ മരുഭൂമിയെ നീരോട്ടവും പച്ചപ്പുമുള്ള താഴ്വരയാക്കി മാറ്റുവാൻ തക്കവണ്ണം കുലുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ മരുഭൂമികൾ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം ചില മരുഭൂമിയുടെ അവസ്ഥകളെ മാറ്റും. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം ഭൂമിയുടെ അധോ ഭാഗത്ത് പിടിച്ചു വച്ചിരുന്നതിനെ മുകളിലേക്ക് കൊണ്ടുവരുത്തും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലതും പിടിച്ചു വച്ചിരിക്കുക. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വേണ്ടി മുഴങ്ങുമ്പോൾ പിടിച്ചു വയ്ക്കപ്പെട്ടത് പുറത്തു വരും. പലതും പിടിച്ചു വയ്ക്കപ്പെട്ടത് കൊണ്ട് മരുഭൂമിയായി തീർന്ന ജീവിതങ്ങൾ, പച്ചപ്പില്ല, തളിർപ്പില്ല, ഫലഭൂഷ്ഠതയില്ല, ജീവിക്കുവാൻ കഴിയാത്ത എന്നെ കേൾക്കുന്ന പല സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും കുടുംബജീവിതം പോലെ. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ആ മരുഭൂമി കുലുങ്ങും. ആമേൻ. മരുഭൂമിയിൽ വിള്ളലുകൾ വീഴും അടിയിൽ നിന്ന് പുറത്തേക്ക്. ഇത് മാത്രമല്ല, പിന്നെ നോക്കൂ, സങ്കീർത്തനം 114:8 പറയുന്നു, അവൻ തീക്കല്ലിനെ ജലതടാകം ആക്കി. ഹല്ലേലൂയ. തീക്കൽ പാറയിൽ നിന്ന് ഉറവകൾ പൊട്ടി ഒഴുക്കുമാറാക്കുന്നവനാണ് എൻ്റെ ദൈവം. അതായിരുന്നു എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിനും ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിന് ചില കാരണങ്ങളാൽ പേര് പറയുന്നില്ല. ആ സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ്, ധാരാളം പാറകളുള്ള സ്ഥലം, എല്ലായിടത്തും പാറയാണ്. ഞങ്ങൾ പോകുന്ന തടം, ഇന്നാണ് റോഡായത്, ആ തടത്തിൻ്റെ വശങ്ങളിലാണ് വീടുകളെല്ലാം ഉള്ളത്. വീടുണ്ട്, വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിണറുണ്ട്. അപ്പോൾ ഒരു സമയമായപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും ഭവനത്തിലെ കിണർ വറ്റിപ്പോയി. പാറപ്പുറത്തിരിക്കുന്ന കിണർ അങ്ങനെ വെയിൽ വരുമ്പോഴത്തേക്ക് സംഭവം വറ്റിപ്പോവും, ആഴം കൂട്ടാനും പറ്റത്തില്ല. അങ്ങനെ അവർ സങ്കടത്തോടെ അടുത്തുള്ള വീട്ടിൽ പോയി അലുമിനിയം കലത്തിൽ വെള്ളം കോരി, പഴയ കാലം ഓർമ്മയുണ്ടല്ലോ, ആമേൻ, പ്ലാസ്റ്റിക് കലമൊക്കെ എത്തുമ്പോൾ അലുമിനിയം കലമാണ് വലിയ ഫേമസ്. ആ കലത്തിലൊക്കെ വെള്ളം കോരി അങ്ങനെ ജീവിച്ചു പോവുകയിൽ അവിടെ കൂടെ വഴി വെട്ടുവാനുള്ളൊരു തീരുമാനം വന്നു. വഴി മീൻസ് ആ വഴിയെ തടമാക്കുവാനുള്ള തീരുമാനം വന്നു. അപ്പോൾ നിറയെ പാറയാണ്, വഴിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാറ പൊട്ടിക്കണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് സർക്കാരിൻ്റെ ആൾക്കാരൊക്കെ വന്ന് പാറ പൊട്ടിക്കാൻ തുടങ്ങി. ഇന്ന് പാറ പൊട്ടിക്കുന്ന നൂതനമായ പല ഉപകരണങ്ങളുമുണ്ട്. പൊട്ടുന്ന പാറ പോലും അറിയത്തില്ല പൊട്ടിയെന്ന്. പണ്ടങ്ങനെയല്ല, തമിരടിക്കും, പാറയിൽ കുഴി കുഴിച്ചിട്ട് അതിനകത്ത് വെടിമരുന്ന് നിറച്ച് ബോംബ് പൊട്ടിക്കും. അതാണ് അവിടെ ബോംബാണ്, പാറയ്ക്കകത്ത് ബോംബ് വെച്ച് പൊട്ടിക്കും. അമ്മയനും ഭയങ്കര ശബ്ദമാണ്, പേടിച്ചു പോകും, പാറ ചിന്നിങ്ങനെ തെറിച്ചു പോകും. അങ്ങനെ ഈ സഹോദരിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വഴി വരികയാണ്. ഈ വഴി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്കൊക്കെ എതിർപ്പുണ്ട്, ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതിന് മധ്യത്തിലും ജോലിയെടുത്തവൻ, കരാറെടുത്തവൻ ജോലി ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചു. ഇവരുടെ വീട്ടിൻ്റെ മുമ്പിലും ഒരു പാറ പൊട്ടിച്ചു. പാറ പൊട്ടി സഹിക്കാൻ കഴിയാത്ത സൗണ്ട്, പോകാൻ നിറഞ്ഞു. സഹോദരനും കൂടെ രാത്രി ഇരുന്ന് തീരുമാനമെടുത്തു, എടിയേ നീ നാളെ ഒരു കാര്യം ചെയ്തോളണം, അവന്മാർ പാറയിൽ തമരടിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കയറി ഇരുന്നോളൂ, അവന്മാർ പൊട്ടിക്കുന്നെങ്കിലും ഒന്ന് കാണണമല്ലോ. സഹോദരി വിചാരിച്ചു എൻ്റെ ഭർത്താവ് എന്നെ ധൈര്യപ്പെടുത്താനും, പുള്ളിയുടെ ചിന്ത വേറെ ആയിരുന്നു, ഇവള് പൊട്ടിപ്പോണെങ്കിൽ പോട്ടെ എന്നാലും. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് വിടാം. അവർ രണ്ടുപേരും കൂടെ അങ്ങനെ തീരുമാനമെടുത്ത് രാവിലെ എഴുന്നേറ്റു. ഇന്ന് എന്തായാലും ഇവിടെ തമര് വയ്ക്കാൻ, അടുത്ത പാറ പൊട്ടിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ പുള്ളി, ഞങ്ങൾ താമസിച്ച വീട്ടിൻ്റെ അടുത്തായിട്ട്, അതുകൊണ്ടാണ് ഇതുപോലെ കഥ പോലെ പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളി രാവിലെ എഴുന്നേറ്റ് കലത്തിനകത്തൊക്കെ നോക്കി, വെള്ളം നോക്കി, വായൊക്കെ കഴുകാൻ വേണ്ടി തയ്യാറായി, യുദ്ധം ചെയ്യണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഈ കിണറ്റിൻ്റെ പൈപ്പിലിരുന്നിട്ട് കാക്ക ഭയങ്കര വിളി. ഉടനെ അപ്പുറത്തെ വീട്ടുകാരനെ 10 തെറി. എന്തിനാ? അവിടെ ഇറച്ചിയുടെ മണം ഇന്നലെ വന്നു. അപ്പോൾ കാക്ക കരയുന്നുണ്ടെങ്കിൽ ആ ഇറച്ചിയുടെ വേസ്റ്റ് കൊണ്ട് കിണറ്റിനായിട്ട് ഇട്ടതായിരിക്കണം എന്ന് കരുതി 10 തെറിയും വിളിച്ചിട്ട് കിണറ്റിനകത്തോട്ട് എത്തി നോക്കാൻ പോയപ്പം കിണറ്റിനാ മുഴുവനും വെള്ളം. ഹല്ലേലൂയ. വഴി വെട്ടാൻ വേണ്ടി പാറ പൊട്ടിച്ചപ്പോൾ കിണറ്റിനകത്ത് ഉറവ തുറന്നു. തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ. അവൻ ആ പാറ സൂക്ഷിച്ചിരുന്നതിന്, പാറ പിടിച്ചു വച്ചിരുന്നതിന് ആ ബോംബ് പുറത്തു കൊണ്ടുപോകുന്നു. ആമേൻ, ഹല്ലേലൂയ. എല്ലാം ഇതിന്റെ അടിയിലുണ്ടെന്ന്. ആമേൻ, ഹല്ലേലൂയ. അത് പൊട്ടേണ്ടതുപോലെ പൊട്ടുമ്പോ, പൊട്ടിക്കേണ്ടവൻ പൊട്ടിക്കുമ്പോ അടിയിൽ, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ഈ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ.
ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. നമ്മൾ വചനമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 25 മുതൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂകമ്പം ഉണ്ടായെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭൂകമ്പം ഉണ്ടായി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ യെഹെസ്കേൽ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ആമേൻ. എന്തുണ്ടായി? ഭൂകമ്പം ഉണ്ടായി. എന്തിനാ ഭൂകമ്പം ഉണ്ടായത്? എടാ, അടിയിലിരിക്കുന്ന എല്ലാം പുറത്തു വരാൻ വേണ്ടിയാ ഭൂകമ്പം ഉണ്ടായത്. ആമേൻ, ഹല്ലേലൂയ. ഭൂമി പിടിച്ചു വെച്ചത് പുറത്തു വരുവാൻ വേണ്ടിയാ. നീ അനുഭവിക്കേണ്ടത്, നിന്റെ കുടുംബം അനുഭവിക്കേണ്ടത്, നിന്റെ തലമുറകൾ അനുഭവിക്കേണ്ടത്, നിന്റെ സന്തോഷം, നിന്റെ അനുഗ്രഹം, നിന്റെ നന്മ ഭൂമി പിടിച്ചു. ഓ ശാഖാറാത്തിന് ഭൂകമ്പം ഉണ്ടാകിയ, വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന എന്നെ കേൾക്കുന്ന സഭയെ ഭൂകമ്പം ഉണ്ടാകിയ, പിടിച്ചു വച്ചത്, ഭൂമി പിടിച്ചു വച്ചത് പുറത്തേക്ക് വരിക. പിശാച് പിടിച്ചു വച്ചത്, ശത്രു പിടിച്ചു വച്ചത്, കാലങ്ങൾ പിടിച്ചു വച്ച, യേശുവിൻ നാമത്തിൽ കാലങ്ങൾ പിടിച്ചു വച്ചത് തിരികെ വരിക. ഹല്ലേലൂയ, ആമേൻ. അപ്പോ ഞാൻ ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ഓരോ മഴ സീസൺ വരും, വിശ്വാസം പ്രഖ്യാപിക്കും, പ്രാർത്ഥിക്കും. ഇതിനിടയ്ക്ക് സങ്കടവും വരും. രാവിലെ പോയി വെള്ളമടിക്കുമ്പം ഇല്ല, ആടിയും തൂങ്ങിയും ഒക്കെ. അത് ഈ കംപ്രസർ മോട്ടറിൽ വെള്ളം വരുന്ന ഇങ്ങനെ തുപ്പുന്നത് പോലെ കുറേ ശബ്ദം ഉണ്ടാക്കി ഒരു 2 ബക്കറ്റ് വെള്ളം കഷ്ടിച്ച് വീണ്ടും വലിയ ചരിവ് എടുത്തുകൊണ്ട് വെള്ളം ചുമക്കാൻ പോകും. അങ്ങനെ കുറേ കാലം വിശ്വാസം പ്രഖ്യാപിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വാസം വിളിച്ചു പറയുന്നു. കുറേ ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും ടീമും എല്ലാം കൂടെ വന്നു. പേടിക്കണ്ടാണ്, എല്ലാം ശരിയാക്കി തരാം, ഞങ്ങൾ പാറപ്പുറത്ത് ടാങ്ക് കെട്ടുന്നുണ്ട്. ഓ ആമേൻ. സംഭവമൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ നമ്മൾ ഈ ആവശ്യക്കാരായി നിൽക്കുമ്പോൾ എന്ത് കേട്ടാലും, ക്യാൻസർ വന്നവരോട് മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വാങ്ങി തിന്ന് അതുകൊണ്ട് ചത്തു. മുള്ളത്തെന്ന് പറഞ്ഞാൽ ആത്തിച്ചക്ക, അതൊന്നും നിന്നാൽ ക്യാൻസർ ഒന്നും മാറത്തില്ല. നോക്കിയേ. അപ്പോൾ ഇതുപോലെയാ, പാറപ്പുറത്ത് ടാങ്ക് കെട്ടുമെന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ചു, വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയും തുടങ്ങി. ആമേൻ. കുറേ ദിവസം കഴിഞ്ഞു, വീണ്ടും മഴ വന്നു, കാലവർഷം മാറി. ടാങ്ക് പണിതെന്ന് ചോദിച്ചാൽ അവരുടെയൊക്കെ വീട്ടിൽ ടാങ്ക് പണിത് കാണും, പക്ഷെ നമുക്ക് പണിതില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, വീണ്ടും ഇലക്ഷൻ വന്നു, വീണ്ടും അവർ കടന്നു വന്നു. ഇപ്രാവശ്യം മോട്ടർ വയ്ക്കുവാണ്, 95 ലക്ഷം രൂപയുടെ മോട്ടറാണ് വയ്ക്കുന്നത്. വിശ്വാസം പ്രഖ്യാപിച്ചു, വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥന, ബഹളം, ഒരു നിവർത്തിയില്ല. കൊച്ചൊക്കെ വലുതായി തുടങ്ങി, ഇവനൊക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇനി എന്തോന്ന് കിടന്ന് വിളിക്കുന്നതെന്ന്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ അന്നൊരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഈ 95 ലക്ഷം രൂപയുടെ മോട്ടർ ആരുടെയൊക്കെ വീട്ടിലാണ് വയ്ക്കുന്നതെന്ന്. എങ്കിൽ നമുക്ക് പോയി വെള്ളം എടുത്താൻ പറ്റിയേനെ. നമുക്ക് അന്ന് ചോദിക്കാൻ പറ്റിയില്ല. അവരുടെ ആരുടെയൊക്കെ വീട്ടിൽ വെച്ചു. പിന്നീട് ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ല. അന്നായിരുന്നെങ്കിൽ അവർ പറഞ്ഞു തന്നേനെ. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. 11 വർഷമായി. പ്രിയരെ, ഒരു പറ്റിക്കലിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് എൻ്റെ ബുദ്ധിയുള്ള മനുഷ്യനെ ഞാൻ പറ്റിച്ചു, എൻ്റെ അറിവുള്ള മനുഷ്യനെ ഞാൻ പറ്റിച്ചു, എൻ്റെ വിദ്യാഭ്യാസമുള്ള മനുഷ്യനെ ഞാൻ പറ്റിച്ചു. വിശ്വാസം ദൈവത്തിൽ മാത്രമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. 11 വർഷം പറ്റിച്ചു. 11 വർഷമൊക്കെ വെള്ളമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? 11 വർഷങ്ങൾക്ക് പുറവും ഞങ്ങളുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? വെള്ളമോ വെള്ളമില്ലായ്മയല്ല, എന്നെ ആ ദേശത്ത് നട്ടൊരു ദൈവമുണ്ട്. നട്ടവനറിയാം എന്നെ വളർത്താൻ. ഹല്ലേലൂയ. നട്ടവനറിയാം നീ വളരുവാൻ വേണ്ടത് എവിടെ നിന്ന് തരണമെന്ന്. ഞാനും അവിടെ നട്ടിട്ടുണ്ട്, റംബൂട്ടാൻ ഉൾപ്പെടെ പല ചെടികളും. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഞാൻ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട്. ആമേൻ. എൻ്റെ ദൈവത്തിനറിയാം നട്ടവനെ വളർത്തുവാൻ വേണ്ടി. അവൻ ഇനി ഞാൻ ഉറച്ചു നിന്നില്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ ദേശം എൻ്റെ വാക്തത്വമാണ്. ഞാൻ നിന്ദിക്കപ്പെട്ട ദേശം, ഞാൻ അപമാനിക്കപ്പെട്ട ദേശം, ഞാൻ ഒറ്റയ്ക്കായി തീർന്ന ദേശം, ഞാൻ കരഞ്ഞ ദേശം, എൻ്റെ എല്ലാ മാനാഭിമാനങ്ങളും നഷ്ടപ്പെട്ട ദേശം. അവിടെ എന്നെ മാനിക്കാമെന്ന എൻ്റെ ദൈവത്തിൻ്റെ വാക്തത്വം. ഹല്ലേലൂയ. ഓടിക്കുവാൻ നിന്നവരുടെ മുമ്പിൽ നിലനിർത്തുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്തത്വം. ഞാൻ എന്നെ പൊട്ടനാക്കി വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ആ ദേശം ഇന്ന് എനിക്ക് അന്യമായി തീർന്നേനെ. കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് ഞാൻ വേറെ വെള്ളമുള്ള ദേശം നോക്കി നടന്നേനെ. ഇപ്പോഴും വാടക വീട് തേടി നടന്നേനെ. കാരണം ദൈവം തരുന്നത് നശിപ്പിച്ച് കളയുന്നവന് വേറെ ഒരിടത്തും പോയി ഗതി പിടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ കേൾക്കണമേ, ഈ 11 വർഷത്തിനിപ്പുറം പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്ന് ഉറവ തുറന്ന വെള്ളം കണ്ടിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നിൽക്കുന്നത്. ആമേൻ. ഇപ്പോൾ പൈപ്പിലും വെള്ളമുണ്ട്, ഇപ്പോൾ കുഴൽക്കിണറിലും വെള്ളമുണ്ട്, 3 സോഴ്സ് ഉണ്ട്. ആമേൻ. 11 വർഷം വിശ്വാസത്തോടെ
വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റം വരത്തില്ല. ദൈവം എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എനിക്ക് വേണ്ടത് തരുവാൻ അവൻ മതിയായവരെന്ന് വിശ്വസിച്ചു. കരഞ്ഞിട്ടില്ലെന്നൊന്നും അല്ല പറഞ്ഞത്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പട്ടി കരയും പോലെ കരഞ്ഞിട്ടുണ്ട്. വിൽക്കാൻ ആൾ വിളിച്ചിട്ടുണ്ട്. വന്ന് നോക്കി വില ഉറപ്പിക്കാൻ വരുമ്പോൾ അവസാന നിമിഷം നെഞ്ചിനകത്തൊരു തീ കത്തും. കർത്താവേ, നീ നട്ട ദേശത്ത് നിന്നും ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? നീ ഞങ്ങളാക്കിയ ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? പറയും വേണ്ട. എൻ്റെ സുഹൃത്തുക്കൾ വരെ പിണങ്ങിയിട്ടുണ്ട്. കച്ചവടക്കാരെയും കൊണ്ട് വന്നിട്ട് ഞാൻ അവസാന നിമിഷം കാലുമാറി എന്ന് പറഞ്ഞു. കരഞ്ഞിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരേ, ഇതൊന്നും എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെക്കാൾ വലുതാണെന്ന് ഞാൻ കണക്കാക്കിയില്ല. എൻ്റെ ഫീലിങ്സോ, എൻ്റെ കഷ്ടതയോ, എൻ്റെ നഷ്ടമോ, എൻ്റെ നിരാശയോ, എൻ്റെ പരാജയമോ ദൈവത്തിൻ്റെ വചനത്തെക്കാൾ വലുതല്ല. ദൈവത്തിൻ്റെ ഉറപ്പിനേക്കാൾ വലുതല്ല. എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയ്, ദൈവത്തിൻ്റെ വചനത്തെക്കാൾ വലുതല്ല നിങ്ങളുടെ കണ്ണുനീർ. ദൈവത്തിൻ്റെ വചനത്തെക്കാൾ, ദൈവം തന്ന ഉറപ്പിനേക്കാൾ വലുതല്ല നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ തകർച്ചകൾ. അതെ, ആ വാക്ക്, ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെ നിന്റെ ജീവിതത്തിൽ ജയം പ്രാപിക്കും. ഹല്ലേലൂയ, ആമേൻ. പ്രിയരേ, തിരിച്ചു പോകുന്ന ഒരു വലിയ കൂട്ടം ദുഃഖത്തോടെയാ പലരെയും കാണുന്നേ. ഇത് ഇന്നുണ്ടായ ഒരു ചിന്തയല്ല, അന്നും ഇത് തന്നെയാ. നോക്കിയ 12-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താ പറയുന്നത്? ഞങ്ങൾ തിരിച്ചുപോയി പഴയ ഒരു അടിമകളായിട്ടിരുന്നോളാം. ആമേൻ. പലരുടെയും ചിന്ത ഇപ്പോഴും അതാ, ഞങ്ങൾ തിരിച്ചുപോയി അടിമകളായി തന്നെ ഇരുന്നോളാം. ഞങ്ങൾ തിരിച്ചുപോയി അടിമകളായി തന്നെ ഇരുന്നോളാം. പ്രിയരെ, പ്രീച്ചർ ഫാമിലി നിങ്ങളെ വിളിക്കുന്നത് പഴയ അടിമത്വത്തിൽ തുടരുവാനല്ല, സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയാ. ക്രിസ്തു എന്ന സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയാ. നിങ്ങളെ മനുഷ്യരും അടിമയാക്കരുത്, നിങ്ങളെ പിശാചും അടിമയാക്കരുത്, നിങ്ങളെ സംഘടനകളും അടിമയാക്കരുത്, നിങ്ങളെ ഒരുത്തനും അടിമയുമാക്കരുത്, ചൂഷണവും ചെയ്യരുത്. നിങ്ങൾ സ്വാതന്ത്ര്യം, ഓ ശാഖാരാധന, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഓ പ്രാർത്ഥന ശാഖാരാധന, യേശുവിൻ നാമത്തിൽ, ആമേൻ. സ്വാതന്ത്ര്യത്തിന്റെ വില അറിയണമെങ്കിൽ അടിമത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരാഴ്ച ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ തിരിയാൻ പറ്റൂ എന്നൊരവസ്ഥയിൽ കിടന്നു നോക്കിയാൽ സുഖമായിട്ട് ചരിഞ്ഞും മറിഞ്ഞും ഇരുന്നും കിടന്നും ഉറങ്ങാൻ പറ്റുന്നതിൻ്റെ ആ വിലയും സ്വാതന്ത്ര്യവും മനസ്സിലാവും. ആമേൻ, സ്തോത്രം. ചോദിച്ചു നോക്ക്, ഒരേ കിടപ്പ് കിടക്കേണ്ടി വരുന്ന രോഗിയോട് ഒന്ന് തിരിയണമെങ്കിൽ ഡോക്ടർ പറയണം ആ സ്ഥിതി. ഞാനങ്ങനെ കിടന്നിട്ടുണ്ട്. ഡോക്ടർ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. വരുമ്പോൾ ചരിഞ്ഞ് കിടക്കട്ടെ ഒന്ന് ചോദിക്കാൻ. ഉടനെ ഡോക്ടർ പറയും, നീ ചരിഞ്ഞ് കിടന്നിട്ട് അങ്ങനെ തന്നെ കിടന്നോ ജീവിതകാലം മുഴുവൻ? ഓ, പിന്നെ ഇങ്ങനെ കിടക്കും. വീണ്ടും ഡോക്ടർ വരുമ്പോൾ, ഡോക്ടറെ അല്പം ഒന്ന് ചരിഞ്ഞ് കിടന്നു. അടിമത്വം എന്ന് പറഞ്ഞാൽ വേദനയാന്നേ. അടിമത്വം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടലാന്നേ. അടിമത്വം എന്ന് പറഞ്ഞാൽ സന്തോഷമില്ലായ്മയാണെന്നേ. മറ്റൊന്ന് ചിന്തിച്ച് നോക്കിയേ, അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, എണീറ്റിരിക്കാം, വേണമെങ്കിൽ ഓടാം, ചാടാം, എന്ത് സന്തോഷമാണ്. ആമേൻ. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ക്രിസ്തുവേശുവിൽ നിലനിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇത് പറയേണ്ടതിൻ്റെ ആവശ്യകത അത് നിങ്ങൾ തിരിച്ചറിയണമല്ലോ. ആമേൻ. സദൃശ്യവാക്യം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സദൃശ്യവാക്യം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഒരിക്കൽ കൂടി എല്ലാവരും ശബ്ദമുയർത്തി പറ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ആമേൻ. ആരുടെ നാവിൻ്റെ? പാസ്റ്ററുടെ നാവിൻ്റെ അധികാരത്തിലാണോ? പഞ്ചായത്ത് മെമ്പറുടെ, വാർഡ് മെമ്പറുടെ നാവിൻ്റെ അധികാരത്തിലാണോ? ഹല്ലേലൂയ. ഇത് രണ്ടും ഇരിക്കുന്നത് നമ്മുടെ നാവിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ നാവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഈ അധികാരത്തിൻ്റെ ശക്തി അതെവിടെ നിന്നാണ് വരുന്നത്? അത് അപ്പൻ്റെ അധികാരത്തിൻ്റെ പങ്കാണ്, അല്ലെങ്കിൽ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് നമ്മുടെ നാവിന്മേലുള്ള അധികാരം. ഇപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഈ ഉത്സവ പറമ്പിലൂടെ ഫെസ്റ്റിവൽ നടക്കുന്നിടത്തോടെ പോവുമെങ്കിൽ കിച്ചൺ സെറ്റ്, ഈ ഡോക്ടർ സെറ്റ്,
ഇങ്ങനെ ഉള്ള കുറേ സാധനങ്ങൾ കിട്ടും. ആമേൻ. എന്താ? കിച്ചൺ സെറ്റ്, അതായത് ചെറിയ ചെറിയ പാത്രങ്ങൾ, കുക്കറൊക്കെ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നത്. പിന്നെ ഡോക്ടർ സെറ്റുണ്ട്, സ്റ്റെതസ്കോപ്പൊക്കെ പ്ലാസ്റ്റിക്കിലുള്ളത്, അത് വെച്ചിട്ട് പിള്ളേർക്ക് കളിക്കുവാനുള്ള. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾ 2 ദിവസം ഈ പ്ലാസ്റ്റിക്കിലുള്ള സ്റ്റെതസ്കോപ്പും വെച്ചിട്ട് അപ്പ പനി നോക്കട്ടെ, അമ്മ പനി നോക്കട്ടെ എന്ന് പറഞ്ഞ 3-ാമത്തെ ദിവസം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ രാത്രി സംസാരിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഇവന് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അതിന് ഇത് നിങ്ങൾ പറയത്തില്ല, ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇത് പറയും. ആമേൻ. പക്ഷേ ചിലപ്പോൾ ഒക്കെ പാവപ്പെട്ട അപ്പനും അമ്മയും നമുക്ക് പറ്റത്തില്ല, പക്ഷേ എൻ്റെ അപ്പന് പറ്റും. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്നത്, നീ സ്വപ്നം കാണുന്നത് നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ കഴിവുള്ള ഒരു അപ്പനുണ്ട്. ആ അധികാരം കൊണ്ട് പറയുക, നീ സ്വപ്നം കാണുന്നത്, നീ വിളിച്ചു പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. ജീവന് സ്തോത്രം കാരണമാകുന്നത് നിന്റെ നാവിൽ നിന്ന് വന്നാൽ ജീവൻ ഉണ്ടാകും. നല്ലത് നീ വിളിച്ചു പറഞ്ഞാൽ നല്ലതുണ്ടാകും. സ്തോത്രം. അപ്പുറത്തുണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, മരണവും. ആമേൻ. ഇതേ നാവിൻ്റെ അധികാരത്തിൽ തന്നെ മരണവുമുണ്ട്. ആമേൻ. നീ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ നല്ലതിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗീയ പിതാവ് അത് നിവർത്തിക്കുവാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കും. എന്നിട്ട് വായിച്ച് കേൾപ്പിക്കും. ഞാൻ എൻ്റെ മോനെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ആക്കും, അവൻ്റെ കുടുംബജീവിതത്തെ പണിയും, അവൻ്റെ ഭാര്യയെ പണിയും, അവൻ്റെ ഭർത്താവിനെ പണിയും, അവൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും, അവൻ്റെ ദേശത്തിൽ ഞാൻ മാനിക്കും, അവൻ്റെ കുടുംബജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകും. ഇങ്ങനെ ചാർട്ട് തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പുറത്തിരുന്നു ഈ കാലമാടൻ ഒരു കാലത്തും ഗുണം. അടുത്ത നാവിന്മേൽ വരുന്ന സാധനം ഇത് വന്ന ഉടനെ എന്ത് ചെയ്യും? ഈ പേപ്പറും തട്ടിപ്പറിച്ചുകൊണ്ട് വേറൊരാളോടും. ആരാ? പിശാച്. എന്നിട്ട് പറയും, ഇനി നിന്റെ അധികാരമല്ല എൻ്റെ അധികാരമാണ്, ഞാൻ ഇപ്പം ശരിയാക്കി കാണിച്ചു തരാം. ആമേൻ. നാവെടുത്ത് ദൈവമക്കൾ പറയേണ്ടത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യം പറയുവാനുള്ളതല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, നിങ്ങളുടെ നാവ് എൻ്റെ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം കാലാകാലങ്ങളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് അറിയിച്ച അതേ ദൈവത്തിൻ്റെ ഉറപ്പ്, പ്രോമിസ് പ്രഖ്യാപിക്കുവാനുള്ളതാ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പറയുമോ നിസ്സംശയം വിളിച്ചു പറയട്ടെ, അതങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം. നോക്കൂ, ആ വിശ്വാസം, ദൈവത്തിലുള്ള ഉറപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു മനോഹരമായ സന്ദർഭം വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അത് ധ്യാനിച്ച് നമ്മൾ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധിക്കണമേ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഇതൊരു വലിയ കൂട്ടത്തിന് മുൻപിൽ നിന്ന് പറയുക. അവരാരൊക്കെയാണെന്ന് വഴിയെ പറഞ്ഞു തരാം. എന്തിനാ പറയുന്നേ? ഇത് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ പറയുന്ന ഒരു വാക്കാണ്. എന്തിനാ കൊച്ചു പിള്ളേരോട് പറയുന്നത്? ഉറക്ക വായിച്ച് പഠിക്കടാ. എന്തിനാ പറയുന്നേ? അപ്പോൾ കൊച്ചു പിള്ളേർ എന്തിനു പറയും? വേണ്ട, ഞാൻ മനസ്സിൽ വായിച്ചോളാം. അപ്പോൾ നമ്മൾ പറയാം, നിന്റെ മനസ്സിലുള്ള വായ്പ നീ ഉറച്ചു വായിരും. നമുക്ക് കേൾക്കാൻ വേണ്ടിയല്ല, ഉറച്ചു വായിച്ചു പഠിച്ചാൽ മനസ്സിൽ 10 പ്രാവശ്യം വായിക്കുന്നതിൻ്റെ ഫലമാണ്. ആമേൻ. അത് നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ കേൾക്കും. എന്താ പറയുന്നേ? ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഓ ആമേൻ. എൻ്റെ ദൈവം എന്തും അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അവൻ തന്നെ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇത് ആര് കേൾക്കുക? അവർ തന്നെ കേൾക്കുക. ഈ ഉച്ചത്തിലുള്ള സൗണ്ടിന്റെ പ്രത്യേകത എന്താ? അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ. അടുത്തെന്താ? അന്തരീക്ഷം അത് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? അന്തരീക്ഷത്തിൽ പിശാചുണ്ട്. ദൈവം നമ്മുടെ എത്ര അടുത്തായിരിക്കുന്നു അത്രയും അടുത്ത് ആരുണ്ട്? പിശാചുണ്ട്. ആമേൻ. പിശാച് ഇത് കേൾക്കുക. ആമേൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അടിയൊക്കെ കൂടുന്നിടത്ത്
ഞങ്ങളുടെ വെള്ളനാട് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഒരുപാട് അടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും പറയട്ടെ, അങ്ങനെ ഒരുപാട് അടികളിൽ പങ്കെടുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒത്തിരി കൊണ്ടിട്ട് ധൈര്യമായിട്ട് നീ തല്ലി കൊന്നിട്ട് പോടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ ഒരുത്തനും തൊടത്തില്ല. ഹല്ലേലൂയ. കാരണം തല്ലുന്നവൻ പ്രതീക്ഷിക്കുന്നത് ഇവനിൽ നിന്ന് വരുന്നില്ലെങ്കിൽ അവൻ തല്ല് നിർത്തും. 1. 2, അധികമൊന്നും ഈ പിശാചിന്റെ പരീക്ഷയിൽ നിന്നെ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവാൻ യോബിനോട് ചോദിച്ചാൽ മതി. യോബ് പറയും, എൻ്റെ ദൈവം എന്നെ പരീക്ഷയിൽ കൂടെ കടത്തിവിട്ടു. എന്നെ പരീക്ഷിക്കുവാൻ വന്ന പിശാചിനോട് അവനൊരു കണ്ടീഷൻ വെച്ചു. നീ അവനെ പരീക്ഷിച്ചോ, പക്ഷേ അവൻ്റെ പ്രാണനെ തുടരുത്. അധികമൊന്നും കഷ്ടപ്പെടുന്നത് എൻ്റെ ദൈവം നോക്കി നിൽക്കത്തില്ല. അമ്മേ, നിന്റെ ജീവിതത്തിൽ അധികമൊന്നും പിശാച് വിളയാടുന്നതിൻ്റെ ദൈവം നോക്കി നിൽക്കത്തില്ല. നീ അധികം കരയുന്നതിൻ്റെ ദൈവം നോക്കി നിൽക്കത്തില്ല. നീ അധികം നിലവിളിക്കുന്നതിൻ്റെ ദൈവം നോക്കി നിൽക്കത്തില്ല. നീ അധികം തകർച്ചയിലൂടെ പോകുന്നത് എൻ്റെ ദൈവം നോക്കി നിൽക്കത്തില്ല. അവനെ കണ്ടു നിൽക്കുവാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. അപ്പോൾ ചിലർ പറയും ദൈവത്തിന് കഴിയുമെന്ന്. കഴിയത്തില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ അനുസരിക്കാത്ത മകൻ, സ്കൂളിലും പഠിക്കത്തില്ല. നമ്മൾ മകനെയും കൊണ്ട് സ്കൂളിൽ പോവുക, അപ്പനാവട്ടെ അമ്മയാവട്ടെ, ടീച്ചർ പറയുക ഇവൻ ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല. ദേഷ്യത്തിന് നമ്മളെന്ത് പറയും? നല്ല അടി കൊടുത്ത് ടീച്ചറെ. ഉടനെ ടീച്ചർ ഒരു വലിയ ചൂരലെടുത്തു, ഒരൊറ്റ അടി, ചീർക്കം ചാടി പൊങ്ങി ഒരു കരച്ചിൽ. നമ്മൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ശരി ടീച്ചറെ, ഇത് തന്നെ, ഇങ്ങനെ തന്നെ ഇവനെ നോക്കണം. എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ഒറ്റ അടി കൂടെ. ഈ അടി വരുമ്പോൾ ചെറുക്കൻ്റെ വെളിയുടെ ഇതങ്ങ് മാറും. ആദ്യത്തെ വേദന, അടിക്കുമെന്നുള്ള ഉറപ്പ്, നാണക്കേട്, ഇവൻ്റെ ശബ്ദം മാറും, ഇവൻ്റെ ഒരു നോട്ടം നമ്മളിലേക്ക് വരും. ആമേൻ. അടിച്ചു. അടുത്ത അടിക്ക് വടി ഓങ്ങുന്നതിന് മുമ്പേ ഇവൻ അലറിക്കരയും. ആമേൻ. മൂന്നാമത്തെ അടി വീഴുമെങ്കിൽ നിൽക്കുന്നത് അപ്പനും അല്ല അമ്മയും അല്ല. ആമേൻ. അത്രയും ചിന്തിച്ചാൽ മതി. വിട്ടുകൊടുക്കൂ. ആമേൻ. എന്തു പറയും? ഇനി ഞാൻ നോക്കിയുള്ള ടീച്ചർ പോ. പണ്ടാണെങ്കിൽ ചിലപ്പോൾ നിൽക്കും, ഇന്നാണെങ്കിൽ ആ ടീച്ചറുടെ കാര്യം പോക്ക, വിട്ടു കൊടുക്കത്തില്ലെന്നേ. നമ്മൾ അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവ് എങ്ങനെയാ? ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി വിട്ടുകൊടുക്കത്തില്ലെന്നേ. നിന്നെ അങ്ങനെ നരകിക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ അങ്ങനെ പരീക്ഷിച്ച് നശിപ്പിക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ഇല്ലാതാക്കി തീർക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല. നീ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഓ ഷാഖാറാഥിനെ ഷന്തോർഗൻ യേശുവിൻ നാമത്തിൽ. അപ്പോ നമ്മളോട് തന്നെ പറയുന്നു. 2, പിശാചിനോട് പറയുന്നു, വെല്ലുവിളിയാ. 3, ലോകത്തോട് പറയുക. ആമേൻ. വലിയ തകർച്ചയിൽ നിൽക്കുമ്പോഴും പറയുന്നത് ലോകത്തോടാ, എനിക്ക് ഈ ദൈവം മാത്രമേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും, ഇനി ആകാശം ഇടിഞ്ഞ് ഉള്ളും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഓ ശബ്ദമൊക്കെ ഇടറിയായിരിക്കും പുറത്തു വരുന്നത്, പക്ഷെ അതിനൊരു ഗാംഭീര്യമുണ്ട്. എന്ത് സംഭവിച്ചാലും, വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും എൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ ദൈവത്തിൽ. പ്രിയരെ, 11 വർഷം പിടിച്ചു നിന്നത് ഈ ഉറപ്പുള്ളത് കൊണ്ടാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അത് ഏതെങ്കിലും പള്ളിയിൽ പോയി ഇരുന്നപ്പോൾ കിട്ടിയതല്ല, ഈ ബൈബിളിൽ നിന്ന് കിട്ടിയ ഉറപ്പാ. ഹല്ലേലൂയ. സമയം നോക്കാതെ വായിച്ച് എന്തിനു വേണ്ടി വായിച്ചതാണെന്ന് ചോദിച്ചാലും ചിരി വരും. ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി വായിച്ചതാ. ഞാൻ പാസ്റ്ററായിരുന്നു വായിച്ചതിനേക്കാളും ഞാൻ ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ആമേൻ. പാസ്റ്ററായിരുന്നു വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നോക്കത്തുള്ളൂ. ഇല്ലാത്തപ്പോൾ കിണ്ടിപ്പറക്കി എടുക്കും. എവിടെ ഉണ്ട് ദൈവം ഇല്ലെന്ന്? എവിടെ? സ്തോത്രം. ഹല്ലേലൂയ. ആ ഉറപ്പാ. ആമേൻ. നിന്റെ ആ ഉറപ്പ് അത് വീൺ പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നോക്കിയേ, എവിടെ നിന്നാ ഇവരിത് പറയുന്നേ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-19 വാക്യത്തിൽ തീച്ചൂളയുടെ മുമ്പിൽ നിന്നിട്ടാണ് പറയുന്നത്. ദൈവം ഈ തീച്ചൂളയിൽ നിന്ന്, ആ തീച്ചൂളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, 7 മടങ്ങ് തീ കൂട്ടിയ തീച്ചൂളയാ. ഹല്ലേലൂയ. അങ്ങ് അടുത്തെത്തും മുമ്പേ വെന്തു പോകുന്ന തീച്ചൂളയാ. പ്രശ്നത്തിന്റെ ഏറ്റവും മൂർധന്യമാ. അവിടെ നിന്നുകൊണ്ട് പറയുക, എനിക്കൊരു ദൈവമുണ്ട്, അവൻ എന്നെ വിടിവിച്ചാലും ഇല്ലെങ്കിലും രാജാവേ, നിന്റെ പരിപാടി എൻ്റെ അടുത്ത് നടക്കത്തില്ല, എനിക്ക് ഈ ദൈവം മാത്രമേ ഉള്ളൂ. അവൻ എന്നെ വിടിവിച്ചാലും അവൻ എന്നെ വിടിവിച്ചില്ലെങ്കിലും ഈ ദൈവം. ഓ പ്രാർത്ഥന ഷാഖാറാഥിനെ യേശുവിൻ നാമത്തിൽ. ആമേൻ. തീച്ചൂളയുടെ മുമ്പില് 1000-2000 cc ഉള്ള ഹാർലി ഡേവിസന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് വീരവധം അടിച്ചിട്ട് ഓടാൻ വേണ്ടി നോക്കിയതല്ല.
കയ്യിൽ കെട്ട്, കാലിൽ കെട്ട്, വാരി വലിച്ച് കെട്ടി വെച്ചോണ്ടിരിക്കും. അവിടെ കിടന്ന വാ മാത്രമേ ഉള്ളൂ സംഭവം അനങ്ങുന്നത്. അവിടെ നിന്നോട്ടെ പറയും. നമ്മൾ പലരും വിരോധം അടിക്കും, എന്താ ഓടി രക്ഷപ്പെടാൻ വഴിയുണ്ടെങ്കിൽ. ആമേൻ. വീട്ടിൻ്റെ നടയിൽ നിന്നിട്ട് ഗേറ്റിൻ്റെ സൈഡിൽ നിന്നിട്ട് തെറി വിളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഈ പട്ടി ഓടിക്കാൻ വരുമ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ഉറപ്പുള്ളിടത്ത് നിന്ന് നമ്മൾ വിരോധം അടിക്കും. പക്ഷേ ഇവന്മാരങ്ങനെയല്ല, ഇവന്മാരെ വാ മാത്രമേ ഉള്ളൂ. ഇനി വായിൽ കൂടെ ഒന്ന് കിട്ടിയാൽ അതുകൂടെ അനങ്ങാത്ത കണ്ടീഷനാകും. പക്ഷേ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആമേൻ. കെട്ടപ്പെട്ട സ്ഥാനത്ത് തീച്ചൂളയുടെ മുമ്പിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ബന്ധിക്കപ്പെട്ട സ്ഥാനത്ത് നിനക്കായി ഒന്നും ചെയ്യുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ, ശത്രുവിൻ്റെ ഇഷ്ടം മാത്രം നിന്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തൊഴിലിടത്തിൽ, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ ബിസിനസ് മേഖലയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആത്മീയ ജീവിതത്തിൽ, അതെ കേൾക്ക്, നിന്റെ ഇഷ്ടമല്ല ശത്രുവിൻ്റെ ഇഷ്ടം മാത്രം നിറവേറിക്കൊണ്ടിരിക്കുമ്പോഴും വിളിച്ചു പറയുവാൻ കഴിയുമോ? എൻ്റെ ദൈവം അവൻ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അവൻ തന്നെ എൻ്റെ ദൈവം. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന വെളിയിൽ ഗാലറിയിൽ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഗാലറിയിലാണ്, നടുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഇട്ടാണ് ഈ പരിപാടി നടത്തുന്നത്, ചുട്ടുകൊല്ലുന്നത്. അപ്പോഴപ്പുറത്തേക്കിങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. അപ്പുറത്താണ് ഈ ശദ്രക് മേശക് അബേദ്നെഗോ എന്ന് പറഞ്ഞ 3 അമ്മമാരെ കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നതല്ല, ബന്ധിച്ച് തീയിലിടാൻ വേണ്ടി. ആമേൻ. അപ്പോൾ ഈ ശദ്രകിൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോനുണ്ട് വേറൊരുത്തൻ. അവനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, വേറൊരു പുസ്തകത്തിലാണ്. ആമേൻ. അപ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് ഒരു വിളി, എടാ ശദ്രകേ, നാണം കെട്ടവരെ, നിനക്ക് ബുദ്ധി കൊണ്ടാടാ ഇത്രയും പണി കിട്ടിയിട്ടും നിന്റെ വാ അടങ്ങും. ആമേൻ. ഇനി ആ പുസ്തകം ഞാൻ പറഞ്ഞു തരുന്നല്ലോ. അവൻ്റെ ചിന്ത എന്താ? ഇവൻ കുറച്ചു നേരം വാടച്ചിരുന്ന ആ വായിൽ കൂടെ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇപ്പൊ അവന്മാർ വായും കൂടെ ബന്ധി. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആൾക്കാർ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്നാ വിളിച്ചു പറയുന്നത്, എനിക്കൊരു ഈ ഇരിക്കുന്ന ടീമൊക്കെ ആരാ? ഹല്ലേലൂയ. അവരാദ്യമേ പറഞ്ഞു, ഓ ദൈവം ഇല്ലെങ്കിൽ എന്താ, നമുക്ക് നിന്റെ ദേവനുണ്ടല്ലോ, ഓ ഇത് തന്നെ കൊള്ളാന്നുള്ളത്. നമ്മളെ ദൈവത്തെക്കാളും സുന്ദരം നിന്റെ ദൈവം തന്നെ, അവൻ നിന്റെ ദൈവമേ ജയ ജയ എന്ന് പറഞ്ഞ് കൂടെ കൂടിയ ടീംസ് ആ ഗാലറിയിൽ ഇരിക്കുന്ന മുഴുവനും അവന്മാരുടെ മുമ്പിൽ നിന്നു, തീച്ചൂളയുടെ മുമ്പിൽ നിന്ന്, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, നീ തകരുമെന്ന് ഉറപ്പിച്ച മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഒരു വിശ്വാസ പ്രഖ്യാപനമാ. റിസൾട്ട് 3:25. തീച്ചൂളയിൽ 4-മനായി സർവശക്തനായ ദൈവം അല്ല, തീച്ചൂളയിൽ 1-മനായി 3 പേരെ 4 പേരാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം. ഓ റാഥാന ഷഖാറഥനെ, യേശുവിൻ നാമത്തിൽ നീ വീണ് തീരുമെന്ന്, നീ അവസാനിക്കുമെന്ന് കരുതുന്നിടത്ത് സർവശക്തനായ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ, ഓ ആരാധന ഷഖാറഥനെ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? 3:30 പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ സംസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ട് അവർ ആദരിക്കപ്പെട്ടു. വിശ്വാസം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് രാജാവിന് മനസ്സിലായത് ഇവൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണ്, ആ ദൈവമാണ് ഇവന് വേണ്ടി തീച്ചൂളയിൽ ഇറങ്ങി വന്നത്. ഇനി വിശ്വാസം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ആ രാജാവ് എന്ത് ചിന്തിച്ചനെ? ചൂളയുടെ അടിയിൽ കൂടെ പൈപ്പ് ലൈൻ പൊട്ടി, KCB നമ്മുടെ വാട്ടർ അതോറിറ്റി ആയിരിക്കും അവിടെയും പൈപ്പ് ഇട്ടതെന്ന് രാജാവ് ചിന്തിച്ചു കാണും. പക്ഷേ രാജാവിനറിയാം ഇത് പൈപ്പ് പൊട്ടിയതല്ല. ഹല്ലേലൂയ. പിന്നെ പൈപ്പ് പൊട്ടിയതല്ല, അവരുടെ വിശ്വാസത്തിന് തുണ നിൽക്കുന്ന ഒരു ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി നിന്നു. അതെ, ആ ഉറപ്പ്, അവർക്ക് കൊടുത്ത പ്രോമിസ്, അത് പാഴായി പോകാതിരിക്കുവാൻ വാഗ്ദത്തങ്ങളിൽ വാക്കുമാറാത്തവനും വിശ്വസ്തനുമായ സർവശക്തനായ ദൈവം തീച്ചൂളയിൽ ഇറങ്ങി നിന്നു. സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കപ്പെട്ടു. വിളിച്ചു പറയുവാൻ സഭയെ, നിങ്ങൾ തയ്യാറാണോ? ഞാൻ എൻ്റെ ഈ പ്രശ്നത്തിന് മധ്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. തീ കത്തുന്നത് പോലെ, വെള്ളം പൊങ്ങുന്നത് പോലെ, പ്രതിസന്ധി ഉയരുന്ന ഈ കഷ്ടത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടും. ഈ കഷ്ടതയുടെ മധ്യത്തിലും ദൈവം എനിക്കൊപ്പമായിരിക്കും. ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം അല്ലാതെ എൻ്റെ ദൈവത്തെ വിട്ടിട്ടല്ലാതെ. ഓ റാഥാന ഷഖാറാഥനെ, മക്കളെ വിളിച്ചു പറയും, എൻ്റെ സ്കൂളിൽ, എൻ്റെ കോളേജിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. അതെ, എൻ്റെ സഭയിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ ദേശത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. എന്നെ അറിയുന്നവരുടെ മധ്യത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. എന്നെ കാണുന്നവരുടെ മധ്യത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ ശത്രുക്കളുടെ മധ്യത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം നിൽക്കും.
ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ എപ്പോഴേ തയ്യാറായി നിൽക്കുക. ആമേൻ. നോക്കിയേ, യവന്മാർ കരയിൽ കിടന്ന് ഈ ഘോരം വിളിച്ചു പറയുമ്പോൾ തീക്കകത്തിരുന്ന് ദൈവം വെയിറ്റ് ചെയ്യുക. വാടാ വാ, ഞാൻ ഇതാ വന്ന് നിൽക്കുക. വന്ന് അവർക്ക് നിന്റെ ദൈവമാരെന്ന് കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നീ മുൻപോട്ടെങ്കിൽ ആ തീച്ചുളക്കകത്ത് ദൈവം നിനക്കൊപ്പം നിൽക്കും. പിന്തിരിഞ്ഞ് ഓടുവാനാണെങ്കിൽ പഴയ അടിമത്വത്തിലേക്ക്, പഴയ നരകതുല്യമായ ജീവിതത്തിലേക്ക്, ഗാലറിയിലിരുന്ന് അവനാണോ ദൈവം, യവനാണോ ദൈവം, എന്താണ് ജീവിതം എന്നറിയാതെ നരഹിക്കുന്ന മനുഷ്യരിൽ ഒരാളായി മാറുവാൻ കഴിയും. ദേശത്തിൽ അടയാളപ്പെടുത്തപ്പെടുവാൻ വിശ്വാസത്തെ വിളിച്ചു പറയുക. ഹല്ലേലൂയ. വായ് തുറന്ന് വിളിച്ചു പറയണം. എന്താ? അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഉറപ്പ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് വായി തോന്നിയ പറയുന്നതല്ല, വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവം ആബ്രഹാമിനോട് പറയുന്നു, ആബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ആബ്രഹാമിനോട് ദൈവം പറയുന്നു, ആബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 22:17 വരുമ്പോൾ സ്തോത്രം, ആബ്രഹാമിന് വീണ്ടും ദൈവം ഓർപ്പിക്കുകയാണ്, ആബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആമേൻ. അർത്ഥം, 12-ാം അധ്യായത്തിൽ കൂടെ നടക്കുവാൻ തുടങ്ങി ആബ്രഹാമിനെ നോക്കിയിട്ട് ദൈവം വിളിച്ചു പറയുന്നു, ആബ്രഹാമേ, അനുഗ്രഹിക്കുകയല്ല, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ നിന്നെ അനുഗ്രഹത്തിൽ കുളിപ്പിക്കും. കാരണം നീ എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പിന്നാലെ നടന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹമുണ്ട്. അത് ഉറപ്പാണ്. അത് വിളിച്ചു പറയൂ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 12-ാം അധ്യായം മുതൽ വായിച്ചു നോക്ക്. വെറും പ്രോസ്പെരിറ്റി പറയുന്നതല്ല, വിശ്വാസം പറയുന്നതാ. ആമേൻ. ആബ്രഹാമിന് ദൈവം ഭൂമി നൽകി. അവൻ ജാതികളുടെ കൈവശമായിരുന്ന ദേശം ആബ്രഹാമിന് ദൈവം നൽകി. ആബ്രഹാമിന് സമ്പത്ത് നൽകി. ഒരു ദേശത്തിന് വഹിക്കുവാൻ കവിയാത്ത വിധത്തിൽ ആബ്രഹാമിനെ സമ്പത്തിന് ദൈവം വർദ്ധിപ്പിച്ചു. ആബ്രഹാമിന്റെ വാഗ്ദത്തത്തെ ദൈവം നിറവേറ്റി. ആബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഈ നല്ല പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, വിളിച്ചു പറയുവാൻ തയ്യാറാണോ? ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കും. വിളിച്ചു പറയൂ. ഓ രാധാരാഷാഖാറാത്തിന് യേശുവിൻ നാമത്തിൽ ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചു പറയൂ. ആവർത്തനം 28:4 മക്കളെ നോക്കി വിളിച്ചു പറയൂ, ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. അത് ഉറപ്പാ. ആമേൻ. ഞാൻ പറയുന്ന ഉറപ്പല്ല, നിങ്ങൾ പറയുന്ന ഉറപ്പല്ല. നിങ്ങൾ പറയുന്ന ഉറപ്പെന്താ? മുടിഞ്ഞു പോകും, നശിച്ചു പോകും, രക്ഷപ്പെടത്തില്ല, നാറാണ കല്ല് പിടിക്കും. പ്രിയരെ, നിങ്ങൾ ആവർത്തിച്ച് പറയുന്നതാ വീട്ടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ പറയുന്ന കാര്യമല്ല, നിങ്ങൾ വായി തുറന്ന് ആവർത്തിച്ച് പറയുന്നതാ വീട്ടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ നന്നാവത്തില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പുറത്ത് അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അവൻ പറയ്, എൻ്റെ തലമുറ നന്നാവും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവനായിരിക്കുന്ന സ്ഥാനം നോക്കണ്ട, അവനായിരിക്കുന്ന അവസ്ഥ നോക്കണ്ട, അവനെ നോക്കണ്ട. വിളിച്ചു പറയ്, എൻ്റെ ദൈവം, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കാരണം ഓ സ്തോത്രം, ആവർത്തനം 28:4 പറയുന്നു, ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം പറയുന്നത് കേൾക്കണോ, പൊട്ട ബുദ്ധി പറയുന്നത് കേൾക്കണോ? തീരുമാനിക്കുക. ഹല്ലേലൂയ. ദൈവം പറയുന്നത് കേൾക്കുന്നവരാണെങ്കിൽ അവർ ഏത് അവസ്ഥയിലായിരുന്നാലും അവരെ അനുഗ്രഹിക്കുക. സ്തോത്രം. നിന്റെ നാവിന്മേലൊരു അധികാരമുണ്ട്. നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയ മാതാവേ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പിതാവേ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഓ രാധാനാഷാഖാറത്ത്, മക്കൾ മുഖാന്തരം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അതെ, ആ തലമുറകളുടെ അവസ്ഥ നോക്കാതെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച്, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് വിളിച്ചു പറ. ഇപ്പോൾ ഉള്ളം കൊണ്ട് കണ്ട് അവർ ആയിരിക്കുന്ന അവസ്ഥ നോക്കാതെ, അവരുടെ സാഹചര്യം നോക്കാതെ പറ, എൻ്റെ മകൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മകൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ എൻ്റെ തലമുറ മാനിക്കപ്പെടും. എൻ്റെ തലമുറയിലൂടെ ദേശം അറിയപ്പെടും. എൻ്റെ തലമുറ മുഖാന്തരം ദേശത്തിന്റെ പേരുകൾ, എൻ്റെ തലമുറ മുഖാന്തരം സഭ വളരും. എൻ്റെ തലമുറയിലൂടെ അനേകർ എൻ്റെ ദൈവത്തെ അറിയും. സങ്കീർത്തനം 127:4 പറയുന്നു, ആ തലമുറകൾ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ നിന്നെ ശക്തനാക്കുന്ന ആയുധമായി. പൊതുസ്ഥലത്ത് പലരുടെ മുമ്പിൽ തലകുനിച്ചു മക്കൾ മുഖാന്തരമായിരിക്കുന്ന മാതാവേ, പിതാവേ, കേൾക്ക്. വിളിച്ചു പറയേ, ഇന്നത്തെ നിന്ന മാനമായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എവിടെയൊക്കെ, ആരുടെ മുമ്പിൽ, സ്കൂളിൽ, കോളേജിൽ, PTA മീറ്റിംഗിൽ, അതെ, എവിടെയൊക്കെ തലമുറകളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടുവോ, തലമുറകൾ ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുവോ, നിലവിളിച്ചുവോ, കേൾക്ക്. ഹല്ലേലൂയ. നീ വിളിച്ചു പറയേ.
സ്തോത്രം. ദൈവം നിന്റെ മക്കൾ കുടികാരനായി തീരുമെന്ന് ബൈബിളിൽ പറഞ്ഞില്ല. ദൈവം നിന്റെ മക്കൾ മുടിഞ്ഞു പോകുമെന്ന് ബൈബിളിൽ പറഞ്ഞില്ല. ദൈവം നിന്റെ മക്കൾ നശിച്ചു പോകുമെന്ന് ബൈബിളിൽ പറഞ്ഞില്ല. ദൈവം നിന്റെ മക്കൾ ഇല്ലാത്തവരായി പോകുമെന്ന് ദൈവം പറഞ്ഞില്ല. ആ ദൈവം പറഞ്ഞു അവൻ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ആയിരിക്കും. എൻ്റെ ദൈവം പറഞ്ഞു അവർ നിന്നെ യുദ്ധത്തിൽ ജയിപ്പിക്കും. എൻ്റെ ദൈവം പറഞ്ഞു നിന്റെ തലമുറകൾ മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടും. ആ ദൈവം പറഞ്ഞു നിന്റെ തലമുറകൾ നിന്നെ ശക്തനാക്കി അതേ മാന്യത അനുഭവിക്കുന്നവരാക്കി തീർക്കും. 128:3 സങ്കീർത്തനം പിന്നെയും പറയുന്നു അവർ ഒലിവിൻ തൈകൾ പോലെ. ഒലിവിൻ തൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആലയത്തിനകത്ത് ജ്വലിച്ച് കത്തുവാൻ ഒരു വിളക്കുണ്ട്. വിളക്കുണ്ടാക്കുവാൻ തട്ടാൻ മതി, സ്വർണ്ണപ്പടിക്കാരൻ മതി. പക്ഷെ വിളക്ക് കത്തണമെങ്കിൽ ഒലിവിൽ നിന്ന് ഇടിച്ചെടുത്ത ഒലിവിന്റെ കായിൽ നിന്ന് ഊറി വരുന്ന ശുദ്ധീകരിച്ച അതേ ഒലിവിന്റെ എണ്ണ വേണം. ദേശത്തിൽ അനേകർക്ക് വെളിച്ചമായി മാറുവാൻ ദൈവത്തിന്റെ ആലയത്തിൽ ജ്വലിച്ച് കത്തുന്ന വിളക്കായി കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ തലമുറ മാറുമെന്ന് വാഗ്ദത്തമാ. അവനെ കാണുമ്പോൾ അനുഗ്രഹിക്ക്. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. നീ അനേകരെ കർത്താവിന് വേണ്ടി നേടും. തെറി വിളിക്കുന്ന തലമുറയെ നോക്കി പറ, അതേ വഴക്കുണ്ടാക്കുന്ന തലമുറയെ നോക്കി പറ, മദ്യപിച്ചായിരിക്കുന്ന തലമുറയെ നോക്കി പറ, പരാജയപ്പെട്ടു പോയ തലമുറയെ നോക്കി പറ, നിന്നിലൂടെ എൻ്റെ ദൈവം തൻ്റെ നാമത്തെ ഉയർത്തും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തെറി വിളിക്കാൻ തുറക്കുന്ന വാ അടയ്ക്കണം. ആമേൻ. എന്നിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇന്ന് മുതൽ വാ തുറന്നു നോക്ക്. ശപിക്കുവാൻ വേണ്ടി തുറക്കുന്ന വാ അടച്ചിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾ വാ തുറന്നു നോക്ക്. ആമേൻ. 2025 നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ഓ സ്തോത്രം. പിശാച് ജയിക്കുമോ, ദൈവം ജയിക്കുമോ? നിങ്ങൾ റെഡിയാണോ? തീർന്നില്ല. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 15:5 അബ്രഹാമിന് ദൈവം തലമുറകളെ കാണിച്ചു കൊടുക്കുക. അബ്രഹാമിന്റെ തലമുറകൾ അതേ കുടിച്ചുപെടുത്ത് വഴിവക്കിൽ ഇരിക്കുന്ന കാഴ്ചയല്ല ദൈവത്തിന് കാണിക്കുവാനുള്ളത്. അബ്രഹാം ആകാശത്തിലോട്ട് നോക്കടാ. അതേ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ജ്വലിക്കുന്ന തലമുറകൾ നിന്റെ വീട്ടിന്റെ അകത്തുനിന്ന് നോക്കിയാൽ മാത്രമല്ല, ദേശത്തിലല്ല, ലോകത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണുവാൻ കഴിയുന്ന പേരുള്ള പെരുമയുള്ള തലമുറകളെ ദൈവം തന്ന്. അതെ, ഇന്ന് അവരാർക്കും വേണ്ടാത്തവരായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ഉറപ്പ് എൻ്റെ ദൈവത്തിന്റെ വചനത്തിലാണെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്ക്. എൻ്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രം പോലെ ജ്വലിക്കും. എൻ്റെ തലമുറ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ തലമുറ ദേശത്തിൽ മാനിക്കോ. പ്രാർത്ഥന ശാഖാരാധന യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ. തീർന്നില്ല. ശ്രദ്ധിച്ചേ, വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹന്നായ്ക്ക് ദൈവം 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ഭർത്താവിനെ നൽകി. ആമേൻ, സ്തോത്രം. ഇനി വായി തുറക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. നീ ദൈവത്തിന്റെ മകളാണെങ്കിൽ നിനക്ക് ദൈവം ഒരു ഭർത്താവിനെ തന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അംഗിതത്തിലാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവന്റെ ഇന്നത്തെ അവസ്ഥ നോക്കി അവൻ ഗുണം പിടിക്കത്തില്ല, അവൻ രക്ഷപ്പെടത്തില്ല, അവൻ നന്നാവത്തില്ല, അവൻ മുടിഞ്ഞു പോകും. പ്രാഗല്ലേ, പ്രാക്ക് നിർത്തി നിന്റെ ഭർത്താവിനെ അനുഗ്രഹിക്ക്. ഓ 10 പുത്രന്മാരെക്കാൾ 10 പുത്ര. ഓ ശാഖാരാധന ശദ്ധാരകന, നിന്റെ ഭർത്താവിനെ അനുഗ്രഹിക്ക്. സഹോദര, നിന്റെ ഭർത്താവിനെ അനുഗ്രഹിക്ക്. സഹോദരി, നിന്റെ ഭർത്താവിനെ അനുഗ്രഹിക്ക്. മക്കളെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. ദൈവം ഹന്നായ്ക്ക് കൊടുത്തത് 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഭർത്താവിനെയാ. ആമേൻ. മദ്യപാനിയായ ഭർത്താവിനെ അല്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ബൈബിളിൽ ഇല്ലാത്തത് പറയരുതേ, ബൈബിളിലുള്ളത് പറയേ. ആമേൻ. എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും. അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിളിച്ചു പറയ്, എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. തീർന്നില്ല. നോക്കിയേ, സ്തോത്രം. സങ്കീർത്തനം 128:3 പറയുന്നു, എൻ്റെ ഭാര്യ മുന്തിരി വള്ളി പോലെ. സ്തോത്ര. എനിക്ക് എൻ്റെ ഭാര്യയാണ് ലഹരി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ വിളിച്ചു പറയ്, എൻ്റെ ഭാര്യയാണ് എനിക്ക് ലഹരി. എൻ്റെ ഭാര്യ ആയിരിക്കും എൻ്റെ സന്തോഷം, എൻ്റെ ഭാര്യ ആയിരിക്കും എൻ്റെ അനുഗ്രഹം, എൻ്റെ ഭാര്യ ആയിരിക്കും എൻ്റെ നന്മ, എൻ്റെ ഭാര്യ ആയിരിക്കും എൻ്റെ സന്തോഷം. ഓ പ്രാർത്ഥന ശാഖാരാധന ശാന്താരകന. നീ പറയുന്നത്, സ്തോത്രം, നീ പറയുന്നത് ഇത് വാഗ്ദത്തമാണ്, ഇത് ഉറപ്പാ. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നശിച്ചവളെന്ന് പറഞ്ഞ വായ് കൊണ്ട് നിന്റെ ഭാര്യ മുന്തിരി വള്ളിയാണെന്ന് പറയ്. ആമേൻ. ഇങ്ങനെ ഒരുത്തി എനിക്ക് എന്തിനാന്ന് ചോദിച്ച അതേ വായ് കൊണ്ട് എൻ്റെ ഭാര്യ മുന്തിരി വള്ളിയാണെന്ന് വിളിച്ചു പറയ്. എൻ്റെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണ് എൻ്റെ ഭാര്യ എന്ന് വിളിച്ചു പറയ്. ഹല്ലേലൂയ. അവൻ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാനായി തുടങ്ങണം. നോക്കൂ, സദൃശവാക്യം 14:1 പറയുന്നു, ജ്ഞാനമുള്ള ഭാര്യ വീട് പണിയും. ഓ യേശുവിൻ നാമത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ വീട് പണിയുമെന്ന് വിളിച്ചു പറയും. ഞാനല്ല, ബൈബിളാ പറഞ്ഞത്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. വെള്ളമടിക്കുമ്പോൾ കൂടിയിരിക്കുന്ന കൂട്ടുകാരനല്ല പറഞ്ഞത്, ബൈബിളാ പറഞ്ഞത്. നിനക്ക് ആരുടെ വാക്ക് എടുക്കുവാൻ തയ്യാറാണ്? നീ ദൈവത്തിന്റെ വാക്ക് എടുക്കുന്നുവെങ്കിൽ വിളിച്ചു പറയൂ, എൻ്റെ ഭാര്യ എൻ്റെ വീട് പണിയും.
ഓ സ്തോത്രം. എൻ്റെ ഭാര്യ ദേശത്തിൽ എനിക്ക് മാന്യതയായി തീരും. എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തെ പണിയും. എൻ്റെ ഭാര്യ എൻ്റെ തലമുറകൾക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ ഭാര്യ എനിക്ക് പൊളിഞ്ഞു പോയതിനെല്ലാം എൻ്റെ ഭാര്യ പണിതെടുക്കും. ആരുടെ വാക്ക് ആവർത്തിക്കുവാൻ നീ തയ്യാറാകുന്നു? സദൃശവാക്യം തന്നെ 33-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതിമാന്മാരുടെ വാസസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കും. അതേ വിളിച്ച് പറയുന്നേ, കടം കയറി മുടിഞ്ഞ വീടായിരിക്കാം, ജത്തിയുടെ വക്കിലായിരിക്കാം, എന്നും പ്രശ്നമായിരിക്കാം, എന്നാലും നിന്റെ വീടാ. ഒത്തിരി പേർക്ക് ഇല്ലാത്ത വീടാ, ഒത്തിരി പേർക്ക് കയറി കിടക്കാൻ കിടക്കാടുമില്ല, നിനക്ക് കയറി കിടക്കാൻ കിടക്കാടുമുണ്ട്. ആ ഭവനത്തെ അനുഗ്രഹിക്ക്. എൻ്റെ വീട് അനുഗ്രഹമായിരിക്കും. ഓ, എൻ്റെ വീട് അനുഗ്രഹമായിരിക്കും. സ്വന്തം ഭവനങ്ങൾ ഓർമ്മ വരുന്നവർ അനുഗ്രഹിക്ക്. എൻ്റെ ഭവനം അനുഗ്രഹമായിരിക്കും. എൻ്റെ ഭവനം എന്നും എന്നേക്കും അനുഗ്രഹമായിരിക്കും. എൻ്റെ ഭവനം ദേശത്തിന് അനുഗ്രഹമായിരിക്കും. എൻ്റെ ഭവനം അത് എനിക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ ഭവനം എൻ്റെ തലമുറകൾക്ക് അനുഗ്രഹം ആയിരിക്കും. ആവർത്തനം 28:2 പറയുന്നു, ദേശത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും? ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറയുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഒരാളാണെന്ന് പറയുന്നത്, നിങ്ങൾ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് 10-16 എണ്ണം പറയുക, നീ നശിച്ചു പോകൂടി, നീ രക്ഷപ്പെടൂലടി, നീ ഇവിടെ നിന്ന് വിറ്റുകെട്ടും ഓടിപ്പോകൂടി, ഇത് പറയുന്നത് കേട്ടോണ്ടായിരിക്കുന്നത്. അവരാണോ വലുത്, ഞാനാണോ വലുതെന്ന് ഇപ്പം തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. വിളിച്ചു പറയ്, ദേശത്തിൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. കാരണം ബൈബിൾ പറയുന്നു, ഓ രാധാന ശാഖാരാധന, ബൈബിൾ പറയുന്നു, ദേശത്തിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ദേശത്തിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ കരയുന്നവരായി കണ്ടവരുടെ മധ്യത്തിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ആവർത്തനം 28:3 പറയുന്നു, ജോലി സ്ഥലത്ത് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. വിളിച്ചു പറയും, എൻ്റെ തൊഴിലിൽ എൻ്റെ ദൈവം അനുഗ്രഹിക്കും. എനിക്ക് ശമ്പള വർധനവ് എൻ്റെ ദൈവം തരും. വരുമാനം കൊണ്ട് ഞാൻ ഭവനം പണിയും. ഞാൻ ജോലി ചെയ്ത് ഭവനം പണിയും. ഞാൻ ജോലി ചെയ്ത് മക്കളെ വളർത്തും. ഞാൻ ജോലി ചെയ്ത് നന്മ പ്രാപിക്കും. ഞാൻ ജോലി ചെയ്ത് അനുഗ്രഹങ്ങളെ പ്രാപിക്കും. വിളിച്ചു പറയ്, വാ തുറന്ന് വിളിച്ചു പറയ്, എൻ്റെ ദൈവം നീ പറയുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമാറാക്കും. എത്ര പേർ വിളിച്ചു പറയും, യഹോവയുടെ രക്ഷ ഞാനിന്ന് കാണും? ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി വിളിച്ചു പറയും, എൻ്റെ ദൈവം ഇന്നെന്നെ രക്ഷിക്കും. എൻ്റെ ദൈവം എൻ്റെ തലമുറകളെ രക്ഷിക്കും. എൻ്റെ ദൈവം എൻ്റെ മക്കളെ രക്ഷിക്കും. എൻ്റെ ദൈവം എൻ്റെ ശരീരത്തെ രക്ഷിക്കും. എൻ്റെ ദൈവം എൻ്റെ നന്മകളെ രക്ഷിക്കും. എൻ്റെ ദൈവം എൻ്റെ അനുഗ്രഹങ്ങളെ രക്ഷിക്കും. ശപിക്കുവാൻ വായി തുറന്നവരെല്ലാം അനുഗ്രഹിക്ക്. എൻ്റെ ഭർത്താവ് എനിക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ മക്കൾ എനിക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ ഭാര്യ എനിക്ക് അനുഗ്രഹമായിരിക്കും. എനിക്കുള്ളതൊക്കെയും എൻ്റെ ദൈവം അനുഗ്രഹം തന്നെ ആക്കും. അതെ, ഈ വാക്കുകൾ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ 2024 നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായി തന്നെ ആയിരിക്കും. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.